ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹും അസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, ഹും അസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ. നാളെ അവരും അവരുടെ ഭാര്യമാരും സ്വർഗാവകാശികളാകി കടന്നു വരുന്നതായ ഇണകളില്ലയോ, അവർ മനോഹരമായ സ്വർണത്തിന്റെ കട്ടിലിൽ മേൽ അവർ ചാരിയിരിക്കുന്നവരാണ്, സന്തോഷിക്കുന്നവരാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. ഈ ദുനിയാവിൽ മനോഹരമായ സംശുദ്ധമായ ദീനിയായ ദാമ്പത്യ ജീവിതം കാഴ്ചവെക്കുന്നവർ, അവർക്ക് നാളെ അല്ലാഹു സ്വർഗം നൽകുമേ. അല്ലാഹുവേ, ഞങ്ങളെ സ്വർഗാവകാശികളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങൾ നിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തുന്നു നാഥാ, ഞങ്ങൾക്ക് സ്വർഗം നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ആ സ്വർഗത്തിലേക്ക് ഇണകളെത്തിയാൽ ഉമ്മ അസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ. അവരും അവരുടെ ഇണകളും സന്തോഷഭരിതരായി സ്വർഗത്തിന്റെ സ്വർണ്ണക്കട്ടിലിൽ മേൽ ചാരിയിരിക്കുന്നവരാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു ആ രീതിയിലുള്ള ദാമ്പത്യ ജീവിതം നയിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പൊ സ്വർഗത്തിലേക്ക് കടക്കാൻ പറഞ്ഞു വിട്ടു ആദം നബി അലൈഹിസ്സലാമിനോടും ഹവ്വാ ഉമ്മയോടും. ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കണം. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ആദമേ, ഹവ്വയെ, സ്വർഗത്തിന്റെ എല്ലാ ആസ്വാദനങ്ങളും നിങ്ങൾ ഏറ്റെടുത്തുകൊള്ളുക. പക്ഷേ ഒരൊറ്റ കാര്യം മാത്രം ചെയ്യരുത്. നമുക്കറിയാം എന്താണത്. വലാ തഖറബാ ഹാദിഹി ശജറ. ഈ മരത്തിലേക്ക് അടുക്കുക പോലും അരുത്. ഒരു മരത്തെ ചൂണ്ടിയിട്ട് അല്ലാഹു തടയുകയാണ്. ഫതകൂനാ മിനൽ-ളാലിമീൻ. സ്വർഗത്തിലുള്ളതാകുന്ന എല്ലാ ആസ്വാദനങ്ങളും നിങ്ങൾക്ക് ഏറ്റെടുക്കാം, പക്ഷേ ഒരു മരത്തിലേക്ക് അടുക്കരുതേ. വലാ തഖറബാ ഹാദിഹി ശജറ ഫതകൂനാ മിനൽ-ളാലിമീൻ. ആ മരത്തിലേക്ക് നിങ്ങൾ അടുത്താൽ നിങ്ങൾ രണ്ടുപേരും തെറ്റുകാരാകും, എന്നോട് എതിര് പ്രവർത്തിച്ചവരായി മാറും. ഒരൊറ്റ മരം മാത്രം ഒഴിവാക്കി ബാക്കിയുള്ളത് മുഴുവനും ആസ്വദിക്കാം. സ്വർഗത്തിൽ എല്ലായിടത്തും പാറി നടക്കാം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒന്ന് ചിന്തിക്ക്. നമ്മൾ അവരുടെ ജീവിതം ഒന്ന് ചിന്തിച്ചു നോക്ക്. പക്ഷെ അല്ലാഹു പരീക്ഷണമായി നൽകിയ ആ മരത്തിലേക്ക് തന്നെ അന്ധവിശ്വാസത്തിന്റെ വർത്തമാനം പറഞ്ഞ് പിശാച് അടുപ്പിക്കുകയാണ് ഉണ്ടായത്. മനസ്സിലാക്കണം. നമ്മുടെ വിഷയം എന്താ? അന്ധവിശ്വാസവും അനാചാരവും. അതാണ് ഇപ്പോൾ പറയുന്നത്. അന്ധവിശ്വാസം പറഞ്ഞുകൊണ്ട് ആ മരത്തിന്റെ കായ്കനിലേക്ക് ആര് അടുപ്പിച്ചു? പിശാച് അടുപ്പിക്കുകയാണ്. ഖുർആൻ പറയുന്നു. ശരിക്കും ശ്രദ്ധിക്കണേ നിങ്ങൾ. നമ്മളൊക്കെ മുഅ്മിനീങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ തന്നെ അന്ധവിശ്വാസം വരുന്നുണ്ട് എന്നതിലേക്കുള്ള സൂചികയായിട്ടാണ് ഞാൻ ഖുർആനിന്റെ ഈ ചരിത്രം പറയുന്നത്. ശരിക്കും ശ്രദ്ധിക്കണം. فوسوس لهما الشيطان ليبدي لهما ما وري عنهما من سوآتهما وقال ما نهاكما ربكما عن هذه الشجرة إلا أن تكونا ملكين إلا تكونا ملكين أو تكونا من الخالدين. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി സ്വർഗ്ഗത്തിൽ വസിക്കുന്നതായ ആദമിനോടും ഹവ്വയോടും അവരെ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കാനുള്ള അന്ധവിശ്വാസത്തിന്റെ പ്രചരണം തുടങ്ങുകയാണ്. ഫവസ്വസ ലഹുമ ശൈത്വാൻ
ഇബ്ലീസ് അവരോട് ദുർബോധനം നടത്തിയത്രേ, അന്ധവിശ്വാസത്തിന്റെ പ്രചരണം തുടങ്ങിയത്രേ. ലോകത്താദ്യമായി ജനങ്ങളിലേക്ക് അന്ധവിശ്വാസം വാരി വിതറിയത് ഇബ്ലീസാണ്, പിശാചാണെന്ന് വിശുദ്ധമായ ഖുർആൻ. ആദ്യമായി അന്ധവിശ്വാസത്തിന്റെ ക്ലാസ് കൊടുക്കുന്നത് ആർക്ക്? ആദം നബി അലൈഹിസ്സലാമിന് ഹവ്വാ ബീവിക്ക് ക്ലാസ് കൊടുത്തത് ഇബ്ലീസാണ്. ആദ്യം കൊടുത്ത ക്ലാസ്സും അതാ, പിഴപ്പിക്കാൻ വേണ്ടി ആദ്യം കൊടുത്തത്. അതിനെന്ത് വേണം? എന്ത് വേണം? സ്വർഗത്തിൽ വസിക്കുന്ന ആളുകൾക്ക് നല്ല ഉടയാടകളാണ്, നല്ല വസ്ത്രം അള്ളാഹു കൊടുക്കും. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ പറയിൻ. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആ ഉടയാടകൾ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കിയാൽ, എന്ന് പറഞ്ഞാൽ ഔറത്ത് വെളിവാക്കിയാൽ, നഗ്നത വെളിവാക്കിയാൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങണം. സ്വർഗത്തിന്റെ നിയമമാണ്. എന്താണ് സ്വർഗത്തിലെ നിയമത്തിൽപ്പെട്ടതാണ് നല്ല വസ്ത്രം ധരിക്കണം. വസ്ത്രം ധരിക്കാതെയുള്ള ആളുകൾ, തുണിയില്ലാതെ നടക്കുന്നവനെ പിടിച്ച് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കും. സ്വർഗത്തിലെ നിയമമാണ്. ഇവിടെ ചിലപ്പോ അങ്ങനെ തുണിയില്ലാതെ നടക്കുന്നവരൊക്കെ സിനിമയിൽ വരെ വന്നിട്ടുണ്ടാവും. ആളുകൾക്കൊക്കെ വലിയ ഇഷ്ടമാണ്, വലിയ താല്പര്യമാണ്. അങ്ങനെ നടക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ മൊബൈലിനകത്ത് വീഡിയോ പിടിച്ച് മാറ്റി വെക്കും, അവന്റെ ആവശ്യത്തിന് ഉപകരിക്കാൻ. ഇവിടെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് പോകുന്നത്. സ്വർഗത്തിൽ അത് നടക്കൂല. സ്വർഗത്തിൽ തുണി കൊടുത്തേ പറ്റൂ. അതുകൊണ്ടാണ് ഖുർആൻ പറയാണ്, ശരിക്കും ശ്രദ്ധിക്കണം. ഫവസ്വസ ലഹുമ ശൈത്താൻ, ഇബ്ലീസ് അവരോട് ദുർബോധനം നടത്തുകയാണ്. ശൈത്താൻ അവരിൽ ദുർബോധനം നടത്തിയത്രേ. ലിയുബദിയ ലഹുമാ മാ ഊരിയ അൻഹുമാ മിൻ സൗആതിഹിമാ. എന്തിനു വേണ്ടിയാണ് ദുർബോധനം നടത്തിയത്? അവരുടെ ശരീരത്തിൽ നാണം മറച്ചിരുന്നതായ നഗ്നത വെളിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇബ്ലീസ് ദുർബോധനം നടത്തിയത് എന്ന് വിശുദ്ധമായ ഖുർആൻ. നഗ്നത വെളിവാക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ദുർബോധനം നടത്തിയത്. ഖുർആൻ പറയാം, നഗ്നത വെളിവാക്കിയാൽ എന്തുണ്ടാവും? സ്വർഗത്തിൽ നിങ്ങോട്ട് പുറത്താക്കും. അതാണ് വേണ്ടത്. അതിനുവേണ്ടി അവൻ പറഞ്ഞ ആശയം, അതാണ് വിഷയം. അന്ധവിശ്വാസം കൊടുക്കാൻ. ഏതാണത്? കേട്ടോ, എന്താ ഇപ്പൊ പറഞ്ഞു വന്നത്? സ്വർഗത്തിൽ കടന്ന ആദമിനെയും ഹവ്വയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ അവൻ എന്ത് ചെയ്തു? ഒരു അന്ധവിശ്വാസത്തിന്റെ ക്ലാസ് അവർക്ക് കൊടുക്കാൻ. ആ ക്ലാസ്സിൽ അവർ തീർച്ചയായും അള്ളാഹുവിനോട് എതിര് പ്രവർത്തിക്കുന്നവരാകും. അങ്ങനെ എതിര് പ്രവർത്തിച്ചാൽ അവരുടെ നഗ്നത വെളിവാകും, ഔറത്ത് വെളിവാകും. ഔറത്ത് വെളിവായാൽ സ്വർഗത്തിൽ നിന്ന് അള്ളാഹു പുറത്താക്കും. അവൻ ബുദ്ധിപൂർവ്വം അവൻ കളിക്കുക. അതിനെന്ത് ചെയ്തു? ഇബ്ലീസ് അവരുടെ അടുക്കൽ ചെന്നിട്ട് പറയാൻ, ദാ പറഞ്ഞത് ഖുർആൻ പറയുന്നു. وقال ما نهاكما ربكما عن هذه الشجرة إلا أن تكونا ملكين أو تكونا من الخالدين. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പിശാച് അവരുടെ സവിധത്തിൽ ചെന്നുകൊണ്ട് ദുർബോധനത്തിന്റെ മന്ത്രം നടത്തുകയാണ്. അവരോട് അവിശ്വാസത്തിന്റെ ക്ലാസ് എടുക്കുകയാണ്. വഖാല മാ നഹാകുമാ റബ്ബുകുമാ അൻ ഹാദിഹി ശജറ. സ്വർഗത്തിലെ മനോഹരമാകുന്ന ആസ്വാദനങ്ങൾ കഴിച്ചുകൂട്ടാൻ അള്ളാഹു നിങ്ങളോട് പറയുകയും ഒരു മരത്തെ ചൂണ്ടിയിട്ട് ഇതിലേക്ക് അടുക്കുക പോലും ചെയ്യരുത് എന്ന് പറഞ്ഞ് നിങ്ങളോട് വിലക്കേർപ്പെടുത്താനുള്ള കാരണം എന്തെന്നറിയുമോ? ഇല്ല അന്തകൂന മലക്കൈൻ. നിങ്ങൾ രണ്ടുപേരും മലക്കിന്റെ പദവിയിലേക്ക് ഉയരുന്നതിനെ തൊട്ട് അള്ളാഹു തടഞ്ഞതാണ്. മലക്കിന്റെ പദവിയിലേക്ക് ഉയരുന്നതിനെ തൊട്ട് അള്ളാഹു തടഞ്ഞതാണ്. മലക്കിന്റെ പദവി എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കേണ്ട, പാനീയങ്ങൾ കുടിക്കേണ്ട, മലമൂത്ര വിസർജനയില്ല, എപ്പോഴും അള്ളാഹ്ക്ക് ആരാധന, എപ്പോഴും അള്ളാഹുവിന് സുജൂദിൽ അർപ്പിച്ചുകൊണ്ട് നിലകൊള്ളുക. അപ്പൊ മലക്കിയായ ഒരു ഖുവ്വത്ത്, ഒരു കഴിവ് നിങ്ങൾക്ക് കിട്ടണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അള്ളാഹു പറഞ്ഞത് എന്ത്? ആ മരത്തിലേക്ക് അടുക്കരുത് എന്ന് അള്ളാഹ് പറഞ്ഞത്.
ഇബ്ലീസ് അന്ധവിശ്വാസം കൊടുക്കാൻ, യഥാർത്ഥ തൗഹീദ് അല്ല കൊടുക്കുന്നത്, അന്ധവിശ്വാസം കൊടുക്കാൻ. അള്ളാഹു വിലക്കേർപ്പെടുത്തിയതാകുന്ന മരത്തിലേക്ക് അടുപ്പിക്കാനുള്ള പണി നടത്താൻ. അവിടെ രണ്ട് ഖിറാഅത്ത് ഉണ്ട്. വഫീ ഖിറാഅത്തിൻ മലിക്കൈനി, ഒരു ഖിറാഅത്തിന് പ്രകാരം രാജാവ് രാജ്ഞി എന്ന അർത്ഥം വരുന്നതാകുന്ന പദം കൂടിയുണ്ട്. രണ്ടും നമ്മുടെ ഖിറാഅത്തിൽപ്പെട്ടതാണ്. ഇല്ല അൻ തകൂന മലിക്കൈൻ ഔ തകൂന മിനൽ ഖാലിദീൻ, നിങ്ങൾ സ്വർഗത്തിൽ കാലാകാലം രാജാവും രാജ്ഞിയെ പോലെ കഴിയുന്നതിനെ തൊട്ട് അള്ളാഹു തടസ്സം ചെയ്തതാണ്. ആദമേ ഹവ്വേ, നിങ്ങൾ സ്വർഗത്തിൽ കാലാകാലം വസിക്കുന്നതിനെ തൊട്ട് അള്ളാഹു വേണ്ട എന്ന് തീരുമാനിച്ചതിന്റെ കാരണത്താലാണ് ഒരു മരം ചൂണ്ടിയിട്ട് ഈ മരത്തിലേക്ക് അടുക്കരുത് എന്ന് പറഞ്ഞത് എന്ന് ഇബ്ലീസ് അവർക്ക് അന്ധവിശ്വാസത്തിന്റെ ക്ലാസ് എടുത്തു എന്ന് വിശുദ്ധമായ ഖുർആൻ. ഫദല്ലാഹുമാ ബിഗുറൂർ, ഇബ്ലീസ് അവർക്ക് രണ്ടാളുകൾക്കും ചതിപ്രയോഗമാണ് അറിയിച്ചു കൊടുത്തത്, അന്ധവിശ്വാസമാണ് നൽകിയത്. ഇത് മനസ്സിൽ കൊടുത്തപ്പോ സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ, സ്വർഗത്തിൽ കാലാകാലം വസിക്കാൻ പറ്റും എന്ത് ചെയ്താല്, ഈ വിലക്കപ്പെട്ട കായികനികൾ കഴിച്ചാൽ എന്നവർക്ക് തോന്നിപ്പോയി. മനസ്സിൽ ചതിപ്രയോഗം കൊടുക്കാൻ അന്ധവിശ്വാസം കൊടുത്തു, അന്ധവിശ്വാസത്തിൽ പെട്ടുപോയി, ഇബ്ലീസിന്റെ കുതന്ത്ര വലയത്തിൽ പെട്ടുപോൺ. ആ രീതിക്കാണ് അവൻ പറയുന്നത്, നിനക്ക് മലക്കിന്റെ പദവി കിട്ടണോ, എന്നാ ആ മരത്തിലോട്ട് കയറി വല്ലതും കഴിച്ചോ. അള്ളാഹു വിലക്കിയതല്ലേ, കുഴപ്പമൊന്നുമില്ല, കഴിച്ചു നോക്ക്. നിങ്ങളെ വിലക്കാൻ കാരണം എന്താ, നിങ്ങൾ മലക്കിന്റെ ഒരു പദവിയിലേക്ക് എത്തണ്ട എന്ന് വിചാരിച്ചിട്ടാ. രാജാവ് രാജ്ഞിയെ പോലെ കാലാകാലം ഇവിടെ വസിക്കണോ, ആ വല്ലതും കഴിച്ചോ, ആ മരത്തിലേക്ക് വയ്ക്കോ, ആ മരത്തിൽ കഴിച്ചാൽ കാലാകാലം രാജാവ് രാജ്ഞിയെ പോലെ ഇവിടെ കഴിയാ. ഇങ്ങനെ അന്ധവിശ്വാസം കൊടുത്തു. فدلاهما بغرور فلما ذاقا الشجرة بدت لهما سوآتهما. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, ആ അന്ധവിശ്വാസത്തിൽ പുൽകിയതാകുന്ന ഹവ്വാ ബീവി ഭർത്താവിനെ നിർബന്ധിക്കുകയാണ്. ലോകത്താദ്യമായി അന്ധവിശ്വാസത്തിന്റെ ക്ലാസ് എടുത്തത് ഇബ്ലീസാണ് എങ്കിൽ അതിൽ ആദ്യമായി പെട്ടുപോയത് പെണ്ണാണ്. ബീവി ഹവ്വയാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹ ആദം നബിയെ നിർബന്ധിക്കുകയാണ്, നമുക്കത് കഴിച്ചുകൂടെ, കാലാകാലം രാജാവും രാജ്ഞിയായി ഈ ലോകത്ത് വസിച്ചൂടെ. പെണ്ണുങ്ങൾ അങ്ങനെയാണ് എക്കാലഘട്ടത്തിലും. അള്ളാഹു നമ്മുടെ സഹോദരിമാരെ നന്നാക്കി നൽകി അനുഗ്രഹിക്കട്ടെ. അവർക്ക് നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ചിന്താശക്തിയും അള്ളാഹു നസീബാക്കും. പ്രലോഭനങ്ങളിൽ വീണുപോകും. ആരെങ്കിലും എന്തെങ്കിലും ഒരു ക്ലാസ് 10 മിനിറ്റ് കൊടുത്താൽ ശരിയാന്ന് കരുതി അങ്ങോട്ട് വീഴും. വലിയ വിഷയം. ലോകത്ത് അന്ധവിശ്വാസത്തിന്റെ ക്ലാസ് ആദ്യമായി എടുത്തത് ഇബ്ലീസാണ് എങ്കിൽ അതിലാദ്യമായി പെട്ടുപോയതൊരു പെണ്ണാണ്. ചരിത്രം അറിയണം. ആരാണത്? ബീവി ഹവ്വാ റളിയല്ലാഹു അൻഹ. മഹദി അവരുടെ നിർബന്ധ നിമിത്തമായി ആദം നബി രണ്ടുപേരും കൂടി അത് കഴിക്കാൻ വേണ്ടി തുനിഞ്ഞു. ഖുർആൻ പറയാണ്, فلما ذاق الشجرة بدت لهما سوآتهما. രണ്ടുപേരും വിലക്കപ്പെട്ടതാകുന്ന മരത്തിന്റെ കായ്കനികൾ കഴിക്കാൻ തുനിഞ്ഞപ്പോൾ തന്നെ അവരുടെ നഗ്നത വെളിവാകുകയാണ്. വിലക്കപ്പെടുത്തതാകുന്ന കായ്കനികൾ കഴിച്ചപ്പോ അവരുടെ നഗ്നത വെളിവാകുകയാ. യഖ്സിഫാനി അലൈഹിമാ മിൻ വറഖിൽ ജന്ന. രണ്ടുപേരും കൂടി സ്വർഗത്തിന്റെ ഇല പറിച്ചെടുത്തിട്ട് വേഗം തന്നെ നാണം മറിക്കാൻ തുടങ്ങിയത്രേ. അവരുടെ ശരീരത്തിലേക്ക് ചേർത്ത് വെക്കുകയാണ്, ഒട്ടിച്ചു വെക്കുകയാണ്. നഗ്നത വെളിവായി, തുണി പോയി. തുണി പെട്ടെന്ന് അപ്രതീക്ഷിതമാവുകയാണ്.
നഗ്നത വെളിവായി. സ്വർഗത്തിൽ വാപ്പായും ഉമ്മായും വേറെ ആരും ഇല്ല, മക്കളൊന്നും ഇല്ല, വേറെ ആരും കാണാനും ഇല്ല. എന്നാൽ പോലും അവരെന്താ ചെയ്തത്? ഖുർആൻ പറയുന്നു, സ്വർഗത്തിന്റെ ഇല പറിച്ചെടുത്തിട്ട് വേഗം തന്നെ നാണം മറിക്കാൻ തുടങ്ങിയത്രയെന്ന് വിശുദ്ധമായ ഖുർആൻ. നമ്മളോ ടോയ്ലറ്റിലോട്ട് കയറുമ്പോ തുണി എന്നാണ് മാറ്റിയിട്ടുണ്ട്, ലെഫ്റ്റ് റൈറ്റ് ഒന്നും ഇല്ലാതെ നടക്കാൻ ഇഷ്ടപ്പെടുന്നു. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നാട്ടുകാരുടെ മുന്നിൽ കൂടെ തുണിയില്ല അടക്കാൻ. കല്യാണം വരുമ്പോ ലോകത്തുള്ള എല്ലാവരും തുണി എടുത്തിട്ടുണ്ടാകും, എല്ലാവർക്കും തുണി എടുത്തു കൊടുത്തിട്ടുണ്ടാകും. വധുവിന്റെ വീട്ടുകാർ, വരന്റെ വീട്ടുകാർ ഡ്രസ് കോഡാണ്. പക്ഷെ അവസാനം നോക്കുമ്പോ പെണ്ണിന് തുണിയില്ല, തുണിയില്ലാതെ കൊണ്ടേ ഇരുത്തിയിരിക്കുന്നു. ഉള്ളിൽ കിടക്കുന്നതൊക്കെ പുറത്ത് കാണാം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നാട്ടുകാർക്ക് മുഴുവൻ തുണി എടുത്തു കൊടുത്ത് ഇവർക്ക് തുണി എടുക്കാൻ മറന്നെന്ന് തോന്നുന്നു. കൊതുക് വലയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ആണോ അല്ലേ? അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. എപ്പ അങ്ങോട്ട് പോകുന്നില്ല, പോയാൽ കുറെ പറയേണ്ടി വരും. ആയത്തോ ദിവസമൊക്കെ പിന്നെ അങ്ങോട്ട് പോകും. അപ്പൊ തിരിച്ചു വരിക, വിഷയത്തിലേക്ക് നിൽക്കട്ടെ. അത് പറയാം, വഴിയെ പറയാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പാപ്പാടെ ഉമ്മാടെ ജീവിതം പഠിക്കണം. സ്വർഗത്തിലാണ് കഴിയുന്നത്. ജീവിതത്തിൽ ആദ്യമായി തുണിയൊന്ന് മാറിപ്പോയപ്പോ സ്വർഗത്തിന്റെ ഇല പറിച്ചെടുത്തിട്ട് വേഗം നാണം മറച്ചു. അവർക്കുണ്ടായ ബുദ്ധിമുട്ട് കാരണം, നഗ്നത വെളിവാകാൻ കാരണം എന്താ? ആ വിലക്കപ്പെട്ട കായികനികൾ കഴിച്ചു. അള്ളാഹു വിലക്കേർപ്പെടുത്തിയത് തൊട്ടപ്പോൾ അള്ളാഹു നഗ്നത വെളിവാക്കി. നഗ്നത വെളിവായാൽ എന്തുണ്ടാകും? സ്വർഗത്തിൽ എന്താ നിയമം? ഇറങ്ങിക്കോണം. സ്വർഗത്തിന് നിൽക്കാൻ പറ്റൂല, തുണിയില്ലാത്തവരോട് പറ്റൂല, ഇറങ്ങിക്കോ. രണ്ടുപേരെ ഇറക്കി. കായികനികൾ കഴിച്ചതിന്റെ പേരിലല്ല സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയത്. പഠിക്കണം. എന്തിന്റെ പേരിലാണ്? തുണിയില്ലാത്തതിന്റെ പേരിലാണ്. തുണിയില്ലാത്തവരവിടെ നിർത്തൂല. ഖുർആൻ ശരിക്കും പഠിച്ചാൽ മനസ്സിലാവും. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. കായികനികൾ കഴിച്ചത് ഒരു കാരണമാണ്. അത് കഴിച്ചപ്പോൾ ഉണ്ടായത് നഗ്നത വെളിവായി. നഗ്നത വെളിവായാൽ പിന്നെ സ്വർഗത്തിൽ സ്ഥാനമില്ല, ഇറങ്ങിക്കോളാൻ പറഞ്ഞു. സ്വർഗത്തിൽ നിന്ന് ഇറക്കി, രണ്ടുപേരെ ഇറക്കി. എന്താ ഇപ്പൊ ഉണ്ടായ വിഷയം? എന്താ? അന്ധവിശ്വാസത്തിന്റെ ഒരു ക്ലാസ് ആരെടുത്തു കൊടുത്തു? ഇബ്ലീസ് എടുത്തു കൊടുത്തു. ഈ വിലക്കപ്പെട്ട കായികനികൾ കഴിച്ചാൽ കാലാകാലം ഇവിടെ വസിക്കാമെന്ന് പറഞ്ഞു. ആ അന്ധവിശ്വാസം പുൽകി വിലക്കപ്പെട്ടത് കഴിച്ചു. തുണി നഗ്നത മാറി, നഗ്നത വെളിവായി. അവർ സ്വർഗത്തിൽ നിന്ന് നിന്ദ്യനായി, നിസ്സാരനായി ഭൂമിയിലേക്ക് ഇറങ്ങി. അപ്പൊ 3 കാര്യങ്ങൾ പഠിച്ചു. ലോകത്താദ്യമായി അന്ധവിശ്വാസം കൊണ്ടുവന്നത് ശൈത്താനാണ്, ഇബ്ലീസാണ്. അതിൽ പെട്ടുപോയത് പെണ്ണാണ്. അവരുടെ നിർബന്ധ നിമിത്തമായിട്ട് ആണും അതിൽ പെട്ടുപോയി. അത് ഉണ്ടായി തീർക്കുന്നത്, അന്ധവിശ്വാസം കൊണ്ടെത്തിക്കുന്നത് നിന്ദ്യതയും അപമാനിതയും നിസാരതയുമാണ്. സ്വർഗത്തിൽ കഴിഞ്ഞ ആളുകൾ ഇപ്പൊ എവിടെ എത്തി? ഭൂമിയിലേക്ക് ഇറങ്ങേണ്ടി വന്നു. നല്ല റാഹത്തായി ജീവിച്ചിരുന്ന കൗമാൻ ഭൂമിയിലേക്ക് ഇറങ്ങി. 4-മത്തത്, ഇതിന്റെ മൂല കാരണം ആർത്തിയാണ്. കാലാകാലം ഇവിടെ സ്വർഗത്തിൽ വസിക്കാമെന്നുള്ള ഒരു ചിന്താഗതി അവരുടെ മനസ്സിൽ വന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഈ നിലയിൽ എത്തിപ്പെട്ടത്. അന്ധവിശ്വാസത്തിലേക്ക് മനുഷ്യൻ പോകുന്നതിന്റെ മൂല കാരണം എന്താണ്? ആർത്തിയാണ്, ദുരാഗ്രഹം, അത്യാർത്തി. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഈ 4 വിഷയം വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ചർച്ച. 1, ഇബ്ലീസിന്റെ കുതന്ത്രത്തിൽ പെട്ടുപോകരുത്. 2-മത്തത്, പെണ്ണുങ്ങളാണ് അതിൽ പെട്ടുപോയിട്ടുള്ളത്. ചരിത്രം അതിൽ വ്യക്തമാണ്. ലോകത്താദ്യമായി ഉണ്ടായത് ഒരു പെണ്ണിനാലാണ് ബുദ്ധിമുട്ടുണ്ടായി തീർന്നിട്ടുള്ളത്. 3-മത്തത്, അതിലൂടെ ഉണ്ടായിത്തീരുന്നത് നിന്ദ്യതയും നിസ്സാരതയുമാണ്. അപമാനിതനായി നാം മാറും. 4-മത്തത്, അതിന്റെ മൂല കാരണം ആർത്തിയാണ്. ഭൗതിക ലോകത്തോട് അല്ലെങ്കിൽ ഏത് വിഷയമാണോ അതിനോടുള്ള മനുഷ്യന്റെ ദുരാഗ്രഹമാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. മനുഷ്യൻ എങ്ങനെയാണ്? നമ്മൾ മനസ്സിലാക്കുന്ന പോലെയല്ല. ഡൽഹിയിലെ CM ആണ് 2015 മുതൽ ഡൽഹിയിലെ CM ആയി വർത്തിക്കുന്ന വ്യക്തിയാണ് അരവിന്ദ് കെജ്രിവാൾ. എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ പാർട്ടി ഏതുമാകട്ടെ, 8 വർഷമായിട്ട് ഇന്ത്യയുടെ തലസ്ഥാനമാകുന്ന ഡൽഹി ഭരിക്കുന്ന വ്യക്തിയാണ് അരവിന്ദ് കെജ്രിവാൾ. ഇപ്പോഴും 2015 മുതൽ അദ്ദേഹം ഇന്ത്യക്കൊരു സാമ്പത്തിക ക്രൈസിസ് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഗാന്ധിജിയുടെ ഫോട്ടോ കറൻസിയിൽ നിന്ന് എടുത്തു മാറ്റിയിട്ട് ലക്ഷ്മി ദേവിയുടെയും ഗണപതിയുടെയും ഫോട്ടോ വെച്ചാൽ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ മാറും.
ഇതൊക്കെ മാറണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഗാന്ധിജിയുടെ ഫോട്ടോ മാറ്റുക, എന്നിട്ട് കറൻസിയിൽ ആരുടെ ഫോട്ടോ പ്രതിഷ്ഠിക്കുക? ലക്ഷ്മി ദേവിയുടെയും അതുപോലെ തന്നെ ഗണപതിയുടെ ഒക്കെ ഫോട്ടോ വെച്ചാൽ നല്ല റാഹത്തായിട്ട് ഇവിടെ ആളുകൾക്ക് ജീവിക്കാൻ പറ്റും. ആലോചിച്ചു നോക്ക്, എത്ര മൂഢമായ വിശ്വാസമാണ്. അന്ധവിശ്വാസം കൊടുക്കാൻ. ആരാണ് അദ്ദേഹം? ഒരു സാധാരണ വ്യക്തിയല്ല, വിദ്യാഭ്യാസം ഇല്ലാത്തൊരു സാധാ വ്യക്തിയായിട്ട് അദ്ദേഹത്തെ കാണരുത്. സിവിൽ സർവീസ് എക്സാമിൽ റാങ്ക് ഹോൾഡറാണ്, നല്ല വിദ്യാഭ്യാസമുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഡൽഹിയിലെ തന്നെ വിവിധങ്ങളാകുന്ന തസ്തികളിൽ ഉന്നതമാകുന്ന സ്ഥാനമാനങ്ങൾ അലങ്കരിച്ചിട്ടുണ്ട്. കമ്മീഷണറായിട്ട് അദ്ദേഹം നിലകൊണ്ടിട്ടുണ്ട്. ഇൻകം ടാക്സ് കമ്മീഷണറായിട്ട് അദ്ദേഹം നിലകൊണ്ട വ്യക്തിയാണ്. ഒരുപാട് സ്ഥാനമാനങ്ങൾ അലങ്കരിച്ച അദ്ദേഹം, വിവരവും വിദ്യാഭ്യാസവും ഉള്ള വ്യക്തി, ഇന്ത്യയുടെ തലസ്ഥാന നഗരി ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ അവസ്ഥയാണ് ഇത് എങ്കിൽ പിന്നെ ബാക്കിയുള്ള ജനങ്ങളുടെ അവസ്ഥ പറയണോ? അദ്ദേഹം പറയാണ്, ജനങ്ങൾക്ക് കൊടുക്കുകയാണ്, ഇവിടുത്തെ സാമ്പത്തികമാകുന്ന ബുദ്ധിമുട്ട് മാറണമെങ്കിൽ ഗണപതിയുടെ ഫോട്ടോ വെച്ചാൽ മാറും. ഒരു ഭാഗത്ത് അദ്ദേഹം പറയുന്നത് ഒരു വിഭാഗം മതത്തിന്റെ ആളുകളെ പീഡിതപ്പെടുത്താനും അവരുടെ ഇഷ്ടം വരിക്കാനും അവരുടെ വോട്ട് ബാങ്കും ലക്ഷ്യം വെച്ചിട്ടാണ്. കാര്യം ശരി തന്നെയാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇത്തരത്തിലുള്ള വാക്കുകൾ പറയുന്നത് എന്തുകൊണ്ടാണ്? മനസ്സിന്റെ അകത്തളങ്ങളിൽ അത്തരത്തിലുള്ളതാകുന്ന മൂഢമായ വിശ്വാസം വെച്ച് പുലർത്തുന്നത് കൊണ്ടാണ്. അന്ധവിശ്വാസം മനുഷ്യനെ എത്രത്തോളം കാർന്ന് തിന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഉറക്കെ പറയാം, അല്ലാഹു നമ്മളെ കാക്കട്ടെ. ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കണം. പരിശുദ്ധമായ ദീനിൽ അല്ലാഹു ആദരിക്കാൻ പറഞ്ഞിട്ടുള്ള വസ്തുക്കളെ ആദരിക്കുകയും അല്ലാഹു നിന്ദിക്കാൻ പറഞ്ഞിട്ടുള്ള സകല വസ്തുക്കളെ നിന്ദിക്കുകയും വേണം. അതൊരു സത്യവിശ്വാസിയുടെ വിജയത്തിന്റെ നിദാനമാണ്. അല്ലാഹു ആദരിച്ച വസ്തുവാണ് കഅബ, അല്ലേ? إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين. ലോകത്താദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ആരാധിക്കാൻ വേണ്ടി നിർമ്മിച്ചതായ ഗേഹമാണ് പരിശുദ്ധമായ കഅബ. അത് ബറക്കത്തുള്ള ഭവനമാണ്. ലോകർക്ക് മുഴുവൻ സന്മാർഗ ദീപം കൊളുത്തുന്നതായ ഗേഹമാണ് പരിശുദ്ധമായ കഅബയെന്ന് വിശുദ്ധമായ ഖുർആൻ. ഏറ്റവും ബറക്കത്തുള്ളതായ സ്ഥലമാണ് കഅബ. ഏറ്റവും ബറക്കത്തുള്ളതാകുന്ന സ്ഥലമാണ്. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ആ പവിത്രമാക്കപ്പെട്ട കഅബ, അതിന്റെ മഹത്വം നിസാരമല്ല, വളരെ പൂരിശയുള്ളതാണ്. ആ പൂരിശ മനസ്സിലാക്കി പരിശുദ്ധമായ ഖുർആനിക വചനങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ കഅബയെ ജനങ്ങൾ ബഹുമാനിച്ചിരുന്നു, ആദരിച്ചിരുന്നു. കാരണം കഅബ മനുഷ്യരിൽ ആദ്യമായി പടുത്തത് സയ്യിദുനാ ആദം അലൈഹിസ്സലാം. ബഹുമാനപ്പെട്ടവർക്ക് ശേഷം ശീസ് നബി അലൈഹിസ്സലാം, പിന്നീട് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ജലപ്രളയത്തിന് ശേഷം കഅബയുടേതാകുന്ന മുഴുവൻ ഭാഗങ്ങളും തകർന്ന് നാമാവശേഷമായി. അതിന്റെ ഫൗണ്ടേഷനൊക്കെ മണ്ണിനടിയിലായി. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം 100 വയസ്സുള്ള സമയം, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന് 20 വയസ്സുള്ള സമയം, വാപ്പയും മകനും കൂടി അതിന്റെ ഫൗണ്ടേഷൻ കണ്ടെടുത്തു, മനോഹരമായി പടുതുയർത്തി. 12ഓളം ആളുകൾ കഅബാലയം പണിതിട്ടുണ്ട്. കഅബാലയം പലരും പണിതിട്ടുള്ളതാ, 12 പേരവരാണ് ചരിതമിലുള്ളതാ. മാലാക ആദം, ശീസ് ഇബ്രാഹിമുമ, അമാലിഖും ജുർഹും ഖുസൈ ഖുറൈശുമാ, അബ്ദുള്ള ഹജ്ജാജും മുറാദു സമാനിയും, അവസാനമായി ഫഹദാണ് ആല് സഊദിയും. 12ഓളം ആളുകൾ ഇന്ന് കാണുന്ന നിലയ്ക്ക് കേടുപാടുകൾ കാലഹരണം സംഭവിച്ച സമയത്ത് ഓരോ കാലഘട്ടത്തിൽ അമ്പിയാക്കൾ, ശേഷം വന്ന രാജാക്കന്മാർ, ഗോത്രക്കാരൊക്കെ കഅബ പണിതിട്ടുണ്ട്. പഴയ കാലഘട്ടം മുതലേ കഅബയ്ക്ക് ജനങ്ങളെല്ലാവരും പവിത്രത കാണിക്കുന്നതാണ്, പവിത്രത വെച്ച് പുലർത്തുന്നതാണ്. അങ്ങനെ കഅബയ്ക്ക് വലിയ മഹത്വം കൊടുത്തിട്ടുണ്ട്. ആ കഅബയെ നിസാരപ്പെടുത്തിക്കൊണ്ട് പ്രവാചകർക്ക് നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ്
ഒരു മനുഷ്യൻ രംഗത്ത് വന്നു. അവന്റെ പേരാണ് ഇഗാസ്. എന്താ പേര്? ഇഗാസ് എന്നാണ് അവന്റെ പേര്. അവൻ പറഞ്ഞു ഈ കാബയ്ക്കൊന്നും യാതൊരു മഹത്വം ഇല്ല, ഒരു പോരിശയില്ല. അവൻ എതിർക്കാൻ തുടങ്ങി, കാബയുടെ മഹത്വത്തെ നിസ്സാരവൽക്കരിക്കാൻ തുടങ്ങി. എന്നല്ല, സ്ഥിരമായി കാബയെ കുറിച്ച് മോശത്തരം പറഞ്ഞു നടന്ന നിരീശ്വരവാദിയായ അവൻ നായില എന്ന പേരുള്ളതാകുന്ന വേശ്യാവൃത്തി നടത്തിയിരുന്ന അക്കാലഘട്ടത്തിലെ ഒരു പെണ്ണിന്റെ കൈക്ക് പിടിച്ച് പരിശുദ്ധമായ കാബയ്ക്കുള്ളിൽ കടക്കാൻ തുനിഞ്ഞു. എന്തിനാണ്? കാബയ്ക്കുള്ളിൽ വെച്ച് ആ പെണ്ണുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ, വ്യഭിചരിക്കാൻ. അങ്ങനെ വ്യഭിചരിച്ചിട്ട് ഇറങ്ങിപ്പോകുമ്പോ ഒരു പ്രശ്നവും ഉണ്ടായില്ല. കണ്ടില്ലേ, വളരെ സുഖകരമായിട്ട് ഞങ്ങൾ ഇറങ്ങിപ്പോന്നു എന്ന് പറയാൻ വേണ്ടി അഹങ്കാരിയും ധിക്കാരിയുമായ അവൻ കാബയ്ക്കുള്ളിൽ വെച്ചുകൊണ്ട് വ്യഭിചരിക്കാൻ നായില എന്ന പേരുള്ള ഒരു പെണ്ണിന്റെ കൈക്ക് പിടിച്ച് കാബയ്ക്കുള്ളിലേക്ക് കടക്കാൻ തുനിഞ്ഞു. ഏതാണ് ഈ കാബ? അല്ലാഹു അമ്പിയാക്കൾ മുർസലീങ്ങൾ ഉൾപ്പെടെ പടുത്തുയർത്തിയതാകുന്ന കാബ. ധാരാളം മഹത്തുക്കൾ കൈവച്ചിട്ടുള്ളതാണ് ആ കാബ. ലോകത്തുള്ള സർവർക്കും ആരാധനയ്ക്ക് വേണ്ടി അള്ളാഹു ലോകത്താദ്യമായി പടച്ചതായ പുണ്യമായ ഗേഹമല്ലയോ പരിശുദ്ധമായ കാബ. ആ കാബയെ മലീമസപ്പെടുത്താൻ തീരുമാനിക്കുകയാണ്. ലോകത്തൊരു മനുഷ്യനും അതിനു വേണ്ടി തുനിയുകയില്ല. കാരണം ആദം നബി അലൈഹിസ്സലാം പണിതതാണ് കാബ. ബഹുമാനപ്പെട്ടതാകുന്ന ശീസ് നബി അലൈഹിസ്സലാം പണിതതാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം 100 വയസ്സുള്ള സമയം 20 വയസ്സുള്ള മകനാ ഇസ്മായിലിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് പണിതതാണ് പരിശുദ്ധമായ കാബ. ആ പവിത്രമാക്കപ്പെട്ട കാബകളിലെ നല്ല നിയ്യത്ത് വെച്ചുകൊണ്ട് കടന്നു വന്ന് പരിശുദ്ധമായ ഹജ്ജ് ചെയ്തിട്ട് പോകുന്നവൻ ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ പാപ സുരക്ഷിതത്വം കിട്ടുമേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടയാളപ്പെടുത്തിയ കാബയാണ്. അതിൽ ഹജറുൽ അസ്വദ് സ്വർഗ്ഗത്തിൽ നിന്ന് വന്ന കല്ലാണ്. കിഴക്ക് തെക്കേ മൂലയിലായിട്ട് സ്ഥിതി ചെയ്യുന്നതാകുന്ന ഹജറുൽ അസ്വദിന് പവിത്രതയുണ്ട്. പവിത്രമായ കാബ പതുക്കാൻ ഉയർത്തിയതാകുന്ന മഖാം ഇബ്രാഹിം എന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പാദം പതിഞ്ഞ കല്ലിനും മഹത്വമുണ്ട്. കാബയുടെ വാതിലിന് മഹത്വമുണ്ട്. അതിന്റെ കില്ലയ്ക്ക് മഹത്വമുണ്ട്. അതിൻ്റെതാകുന്ന ഷാദുർവാന് മഹത്വമുണ്ട്. ഹിജ്ർ ഇസ്മായിലിനകത്തളം അതിന് ബറക്കത്തുള്ളതാണ്. സ്വർണ്ണപ്പാത്തിക്ക് ബറക്കത്തുള്ളതാണ്. അവിടെ വെച്ചുകൊണ്ട് ദുആ ചെയ്താൽ ഇജാബത്താണ്. സർവ്വ അമ്പിയാക്കളും ഔലിയാക്കളും മഹത്തുക്കളും മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും കാലുകുത്തിയതാകുന്ന ആ കാബയ്ക്കുള്ളിലേക്ക് ഇഗാസി എന്ന പേരുള്ളതാകുന്ന മനുഷ്യൻ നായില എന്ന പേരുള്ള വേശ്യാ പെണ്ണുമായിട്ട് കൈക്ക് പിടിച്ചുകൊണ്ട് പാട്ട് പാടിക്കൊണ്ട് കടന്നു ചെല്ലുമ്പോ നഊദു ബില്ലാഹ് ആ കാബയ്ക്കുള്ളിലേക്ക് കാലെടുത്ത് വെക്കേണ്ട താമസം രണ്ടുപേരെയും അല്ലാഹു കല്ലിന്റെ പ്രതിമകളാക്കി മാറ്റുകയാണ്. ആകാശത്തിന്റെ അധിപനാകുന്ന പടച്ചിറപ്പ് വലിയൊരു ശിക്ഷ അവരുടെ മേൽ ഇറക്കുകയാണ്. സെക്കൻഡിനുള്ളിൽ രണ്ടുപേരും കല്ലിന്റെ പ്രതിമകളായി മാറുകയാണ്. നഊദു ബില്ലാഹ്. ആളുകളെല്ലാം പേടിക്കുകയാണ്, ഭയക്കുകയാണ്. എല്ലാവരും പിറകോട്ട് മാറി നിൽക്കുകയാണ്. മാദക സുന്ദരിയാകുന്ന നായില എന്ന പെണ്ണിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് പരിശുദ്ധമായ കാബയ്ക്കുള്ളിൽ കയറി വ്യഭിചരിക്കാൻ തുനിഞ്ഞതാകുന്ന സഹോദരനെ അല്ലാഹു ലോകത്തിന് വലിയ ദൃഷ്ടാന്തമാക്കി മാറ്റുകയാണ്. അവ ഇരുവരെയും അല്ലാഹു കല്ലിന്റെ പ്രതിമകളാക്കി മാറ്റിയത്രേ. എങ്ങനെയാണ് വേശ്യാ പെണ്ണിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് കയറിയത്? അതേ നിലയിൽ തന്നെ മനുഷ്യന്റെ രൂപത്തിലും ഭാവത്തിലും കോലത്തിലുമായി അവരുടെ രൂപത്തിൽ തന്നെ അല്ലാഹു കല്ലാക്കി മാറ്റുകയാണ്. നഊദു ബില്ലാഹ്. ഇത് കണ്ടുകൊണ്ട് ഓടിക്കൂടിയതാകുന്ന ആളുകൾ അത്ഭുത പരതന്ത്രരാവുകയാണ്. തക്ബീർ ചൊല്ലുകയാണ്, ഹംദുകൾ ചൊല്ലുകയാണ്. രണ്ടുപേരെയും എടുത്തുകൊണ്ട് കാബയുടെ ഭാഗത്ത് വെച്ച് കാബയിലേക്ക് ചാരി വെക്കുകയാണ്. ലോകത്തുള്ള സർവർക്കും ദൃഷ്ടാന്തമാണ്. ഇനി വരാനിരിക്കുന്ന ജനങ്ങൾക്ക്, ജനകോടികൾക്ക് ദൃഷ്ടാന്തമാണ്. അറിഞ്ഞവർ മറ്റുള്ളവരെ അറിയിക്കുകയാണ്. ഇന്ന പോലെ ഫോൺ സൗകര്യമില്ലാത്ത കാലഘട്ടം പ്രവാചകർക്ക് നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് നടന്ന സംഗതിയാണ്. അറിഞ്ഞവർ മറ്റുള്ളവരെ അറിയിക്കുകയാണ്. അങ്ങനെ വാമൊഴിയായിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ പരിശുദ്ധമായ കാബയുടെ പരിസരത്തേക്ക് ഒരുമിച്ച് കൂടുകയാണ്. ജനങ്ങൾ വന്ന് ഈ ദൃഷ്ടാന്തങ്ങൾ കാണുകയാണ്. എല്ലാവരും പേടിക്കുകയാണ്. കാബയെ തൊട്ട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും,
കഅബയെ നിസാരപ്പെടുത്തി സംസാരിച്ചവനല്ലേ? അതിനെ നിസാരപ്പെടുത്താൻ വേണ്ടി വേശ്യാപിണ്ഡമായി അതിനുള്ളിലേക്ക് കയറി വ്യഭിചരിക്കാൻ വേണ്ടി തുനിഞ്ഞവനല്ലേ? ഇവൻ ഇങ്ങനെ തന്നെ വേണമെന്ന് ജനങ്ങൾ കമന്റ് പറയുകയാണ്. ജനങ്ങൾക്ക് ദൃഷ്ടാന്തമായി കഅബ കൊള്ളയെ ചാരി വെക്കുകയാണ്. ജനങ്ങൾക്കൊരു വലിയ ദൃഷ്ടാന്തമായി ഇവനെ കണ്ടുകൊണ്ട് ഇവരെ കണ്ടിട്ട് പാഠം ഉൾക്കൊള്ളട്ടെ. കഅബയെ തൊട്ട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. പക്ഷേ മാസങ്ങൾ കഴിഞ്ഞില്ല, ആളുകൾ വന്നിട്ട് അതിനെ തൊട്ടുമുത്താൻ തുടങ്ങി. ആരെ? വേശ്യാപ്പെണ്ണിനെയും കഅബയുടെ പവിത്രത ഇല്ല എന്ന് പറഞ്ഞ് കഅബയ്ക്കുള്ളിൽ വ്യഭിചരിക്കാൻ വേണ്ടി കടന്നു വന്നവനെയും ആളുകൾ തൊട്ടുമുത്താൻ തുടങ്ങി. ഇതാണ് മനുഷ്യൻ, അന്ധവിശ്വാസിയാണ്. അവർക്ക് ദൃഷ്ടാന്തമായി കൺമുന്നിൽ വെച്ചു കൊടുത്തതാകുന്ന ഈഗാസിനായിര എന്ന് പേരുള്ളതാകുന്ന രണ്ടുപേരെയും അള്ളാഹു കല്ലിന്റെ പ്രതിമകളാക്കി മാറ്റി. ആ കൽപ്രതിമകളെ കഅബയ്ക്ക് മുന്നിൽ കൊണ്ടുവന്ന് ചാരി വെച്ചു. എന്തിനാ ചാരി വെച്ചത്? ഇത് വലിയ ദൃഷ്ടാന്തമാണ്. ഇവർ രണ്ടുപേരും ഇതിനുള്ളിൽ കയറി വിഭജിക്കാൻ തുനിഞ്ഞവരാണ്. എല്ലാവർക്കും ഈ ചരിത്രം അറിയാം, എല്ലാവരും മനസ്സിലാക്കി. പക്ഷെ പിൽക്കാലത്തുള്ള ആളുകൾ അവരെ ആദരിക്കാൻ തുടങ്ങി, തൊട്ടുമുത്താൻ തുടങ്ങി. അപ്പൊ ആലിമീങ്ങൾ എന്ത് ചെയ്തു? അക്കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ, സൂക്ഷ്മാലുക്കളാകുന്ന മഹത്തുക്കൾ, ഈഗാസിനായില എന്ന പേരുള്ള ഇരുവരുടെയും പ്രതിമകളെ, ശിലാപ്രതിമകളെ എടുത്തിട്ട് അവിടുന്ന് കൊണ്ടുപോയി സഫ എന്ന് പറയുന്ന കുന്നിന്റെ ചാരെ കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് മുൾവേലി കൊണ്ട് കെട്ടിമറച്ചു. കഅബയുടെ അടുത്ത് ഉംറയ്ക്ക് പോയവർക്കറിയാം. ഉംറയ്ക്ക് പോയവരൊന്ന് കയ്യുയർത്തിക്കേ. മാഷാ അല്ലാഹ്. അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഹജ്ജിന് ഉംറയ്ക്കും തൗഫീഖ് നൽകട്ടെ. കഅബയുടെ പരിസരത്ത് തന്നെയാണ് സഫാ കുന്നാൻ ഏറ്റവും അടുത്ത്. ഇപ്പൊ ഇവിടെ നിന്ന് എല്ലാരും കൂടി താങ്ങിയെടുത്ത് പൊക്കിയെടുത്തിട്ട് അവിടെ കൊണ്ടുവച്ചു. എന്തിനാ അവിടെയും വെച്ചത്? എന്തിനാ? ദൃഷ്ടാന്തമാകാൻ, എല്ലാരും പഠിക്കട്ടെ. എന്നിട്ട് മുൾവേലിക്കുള്ളിൽ വെച്ചു. ആ പർവ്വതത്തിന്റെ അവിടെ കൊണ്ടുപോയിട്ടു. സഫ എന്ന് പറയുന്ന കുന്നിന്റെ ചാര കൊണ്ടുപോയി ഇവരെ വെച്ചു. മുൾവേലിയും കെട്ടി ചുറ്റും. കുറച്ചാള് കഴിഞ്ഞ് സഫായിലേക്ക് വന്ന ആളുകൾ വന്ന് സുജൂദ് ചെയ്യാൻ തുടങ്ങി. നമ്മുടെ അമ്മച്ചി അവിടെ ഇരിക്കുന്നത് നമ്മുടെ ചേട്ടത്താരാ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. സഫായുടെ അവിടെ വന്ന് ഈ മുൾവേലിയുടെ അടുത്ത് വന്നിട്ട് ഈ നിൽക്കുന്ന പ്രതിമകളുടെ നേരെ സുജൂദ് ചെയ്യാൻ തുടങ്ങി ആളുകൾ. അപ്പൊ അന്നത്തെ പണ്ഡിതന്മാർ പറഞ്ഞു, ഇത് വലിയ വിഷയാവും, ഒരു ദൃഷ്ടാന്തവും വേണ്ട, പൊട്ടിച്ചു കളയാൻ പറഞ്ഞു. പൊട്ടിച്ചിട്ട് മക്കയിലുള്ളതാകുന്ന പർവ്വത നിരകളിൽ കൊണ്ടുപോയി ധൂളികളായിട്ട് വിതറി. കാരണം മനുഷ്യൻ ഇങ്ങനെയാണ്, അന്ധവിശ്വാസിയാണ്. ആരെയാണ് ഈ തൊട്ടുമുത്തുന്നത് എന്ന് അവന് തിരിച്ചറിയുന്നില്ല. ആരാണ് ഈ രണ്ട് പ്രതിമകൾ? കഅബയ്ക്കുള്ളിൽ കയറിയിട്ട് വിഭജിക്കാൻ തുനിഞ്ഞതാകുന്ന ആളുകളെ അല്ലാഹു അദാബാക്കി, ശിക്ഷയാക്കി, കല്ലിന്റെ പ്രതിമകളാക്കി മാറ്റിയവരെ വന്ദിക്കാൻ തുടങ്ങി സമൂഹം. അവരെ ബഹുമാനിക്കാനും ആദരിക്കാനും തുടങ്ങി. അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണേ അല്ലാ. അത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ സംരക്ഷിക്കണേ അല്ലാ. സുജൂദ് ആർക്കേ ഉള്ളൂ? അല്ലാഹുവിനേ ഉള്ളൂ. നമ്മളിപ്പോ ഉറൂസ് നടത്തുന്നു, ആ മഹാന്റെ സവിധത്തിൽ പോയി സുജൂദ് ചെയ്യാൻ പാടില്ല. സുജൂദ് ചെയ്യുന്നവരുമല്ല, അങ്ങനെ ചെയ്യാനേ പാടില്ല. ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിർത്തണം. സുജൂദ് പാടില്ല. അതേ സമയത്ത് ചുംബനം നൽകൽ അനുവദനീയം. അത് സുന്നത്തായി ഉലമാക്കൾ രേഖപ്പെടുത്തുന്നുണ്ട്, ചുംബനം നൽകുക. പക്ഷേ ചുംബനം നൽകാൻ വേണ്ടി നീ കുനിയുന്ന സമയത്ത് അത് സുജൂദായി പോകരുത്, നെറ്റി വെച്ചിട്ടുള്ള സുജൂദായി പോകരുത്. നീ ഖബറിന്റെ സമീപത്ത് ചെയ്യുന്നിട്ട് അങ്ങനെ ചുംബനം കൊടുക്കുമ്പോ പുറകിൽ ഒരാൾ നോക്കുന്നത് നീ സുജൂദ് ചെയ്യാൻ, അപ്പൊ ഖബറിങ്ക സുജൂദ് ചെയ്യാം എന്ന് മറ്റുള്ള ഒരാൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവുകയാണെങ്കിൽ അത് ഒഴിവാക്കലാണ് നല്ലത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. വളരെ ശ്രദ്ധിക്കണം. മനസ്സിലായില്ല? ഉദാഹരണത്തിന് ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോയി ഖബറിങ്ക പോയി നമ്മളിങ്ങനെ ഒരു ചുംബനം കൊടുക്കുമ്പോ പുറകിൽ നിന്ന് ഒരാൾ നോക്കിയപ്പോ അയാൾ മനസ്സിലാക്കി ഉസ്താദ് ചുംബിക്കുന്നുണ്ട്, സുജൂദൊക്കെ ചെയ്യുന്നുണ്ട്, ഉസ്താദ് വന്ന് സുജൂദ് ചെയ്ത്. പുറകിൽ നോക്കുമ്പോൾ അങ്ങനെ തോന്നുള്ളൂ, ഫ്രണ്ടിൽ നല്ല നോക്കുന്നത്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ മറ്റുള്ളവർക്കിടയിൽ ഒരു തുഹമത്ത് വരുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനാണ് നല്ലത് എന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്. അത്രയേറെ സൂക്ഷ്മത പുലർത്തണം. കാരണം സുജൂദ് ആർക്കേ ഉള്ളൂ? അല്ലാഹുവേ ഉള്ളൂ. വളരെ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ തെറ്റിലേക്ക് പോകും. ഇഫ്റാത്തും ഉണ്ടാവാൻ പാടില്ല, തഫ്രീത്തിന്റെ വാഹകരും ആകാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശമാണ്. അത് 100% നമുക്ക് വേണം, 150ലേക്ക് പോകാൻ പാടില്ല. ഒന്ന്
ആദരവും ബഹുമാനവും ആരാധനയാകാൻ പാടില്ല. ചില ആളുകൾ പറയാറുണ്ട്, ഉസ്താദിന്റെ ഫാൻസ് ആണ് ഞാൻ. അങ്ങനെ പറയാൻ പാടില്ല. ഫാൻസ് എന്ന് പറയുന്ന വാക്ക് തന്നെ ആരാധനയല്ല, ആദരവ്. അത് പറയാം. ഇന്ന് നമ്മുടെ തലമുറയിലൊക്കെ നിരീശ്വരവാദികളാണ്, അന്ധവിശ്വാസത്തിന്റെ വാഹകരാണ്, സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളാണെന്ന് പറയുമ്പോഴും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോ നമ്മൾ ഏതെങ്കിലും ജ്യോത്സ്യനെ സമീപിക്കും, കണിയാനെ സമീപിക്കും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നം നോക്കുന്നവരെ സമീപിക്കും. വീട്ടിൽ കൊണ്ടുവന്ന അത്തരത്തിലുള്ള പൂജക്രിയകൾ മുസ്ലിം നടത്തും. അതിനാണ് വിഷയം. അന്യമതത്തിലുള്ളവർ അവരുടെ അഹിലുകാരെ വിളിച്ച് നടത്തുന്നതിൽ ഇവിടെ ആർക്കും എതിർപ്പില്ല, ഒരു പ്രശ്നവുമില്ല. ഞാൻ പറയുന്നത് മുട്ടുന്തല പള്ളിയുടെ പരിസരത്തുള്ളതാകുന്ന മഹത്തുക്കൾ ഈ മഹാന കാണാതെ ജോത്സ്യനെ വീട്ടിൽ വിളിച്ചു വരുത്തി, കണിയാനെ വീട്ടിൽ വിളിച്ചു വരുത്തി, അല്ലെങ്കിൽ പ്രശ്നം വെപ്പുകാരനെ വീട്ടിൽ വിളിച്ചു വരുത്തി കബഡി നിരത്തി കാര്യങ്ങൾ പറയാവുന്ന തലത്തിലേക്ക് നിസ്കാരമുള്ള, നോമ്പുള്ള, നിസ്കാര തഴമ്പുള്ള, ഇബാദത്തിൽ കണിശത വെക്കുന്ന മുസൽമാനാകുന്ന നീ ചെയ്താൽ നീ കാഫിറാവും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. വലിയ വിഷയമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വന്നിട്ടുണ്ട്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്, മൻ അതാ കാഹിനാ ഫസദ്ദഖഹു ബിമാ യഖൂൽ ഫഖദ് ബരിഅ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. മുസൽമാനായ സഹോദരാ സഹോദരി, പർദ്ദ ധരിച്ചതാകുന്ന ഉമ്മമാരെ, മംഗമാരെ, പഠിച്ചു വെക്കണേ. ഞാൻ ഈ പറയുന്ന വിഷയം ഒരിക്കലും മതസൗഹാർദ്ദത്തിന് എതിരുള്ള വിഷയമല്ല, മതമൈത്രിക്ക് എതിരുള്ള വിഷയമല്ല. മുസ്ലിമീങ്ങൾ മതസൗഹാർദ്ദത്തിന് വിള്ളലേൽക്കാതെ സമൂഹത്തിൽ നല്ല ജീവിതം നയിക്കുന്നവരാ. അത്തരത്തിലുള്ള മനോഹരമായ സംശുദ്ധമായ ജീവിതം നമുക്ക് അനിവാര്യമാണ്. ഈ കാലഘട്ടത്തിൽ മാത്രമല്ല, ഏത് കാലഘട്ടത്തിലും നമ്മുടെ പൂർവസൂരികൾ പഠിപ്പിച്ചിട്ടുള്ള പാതയും അത് തന്നെയാണ്. മതസൗഹാർദ്ദം എന്നാൽ മറ്റുള്ളവരുടെ ആചാര അനുഷ്ഠാനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരലല്ല, മറ്റുള്ളവരുടെ ആദർശങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരലല്ല, അവരുടെ ആഘോഷ പൊലിമകൾ നമ്മുടെ ആഘോഷങ്ങളായി ജീവിതത്തിലേക്ക് ചേർക്കലല്ല. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, മൻ അതാ കാഹിനാ ഫസദ്ദഖഹു ബിമാ യഖൂൽ. ആരൊരുവൻ ജ്യോത്സ്യനെ വിളിച്ചു വരുത്തി, കണിയാനെ വിളിച്ചു വരുത്തി, പ്രശ്നം വെപ്പുകാരനെ വിളിച്ചു വരുത്തി അവൻ പറയുന്ന വാക്കുകളിൽ പരിപൂർണമായി വിശ്വാസം പുലർത്തുകയും ചെയ്താൽ, കാസർഗോഡുള്ള പ്രിയപ്പെട്ട ഉമ്മമാരെ, മുസ്ലിമീങ്ങളാകുന്ന ചെറുപ്പക്കാരെ, പർദ്ദ ധരിച്ചതാകുന്ന സഹോദരിമാരെ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫഖദ് ബരിഅ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദരമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറക്കിയതാകുന്ന പരിശുദ്ധമായ ഖുർആൻ, പരിശുദ്ധമായ ശരീഅത്തിനോട് ഘടകവിരുദ്ധം പ്രവർത്തിച്ചവനാണ് അവൻ. കാഫിറാണ്, അവൻ അവിശ്വാസിയാണ്. ഇന്ന് കാസർഗോഡുള്ള എത്രയോ മംഗമാര്, എത്രയോ ഉമ്മമാര് അത്തരത്തിലുള്ള ജ്യോത്സ്യന്മാരുടെ സമീപത്തേക്ക് പോകുന്നവരില്ലേ? മറ്റു മതസ്ഥരുടെ ദേവാലയങ്ങളിൽ പോയി ആ പൂജകൾ അർപ്പിക്കുന്നവരില്ലേ? അതിനുവേണ്ടി വഴിപാടുകൾ, നേർച്ചകൾ നടത്തുന്നവരില്ലേ? എന്റെ ഭർത്താവ് ഗൾഫിലാണ്, അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ ദേവാലയങ്ങളിൽ പോയി ലക്ഷക്കണക്കിന് രൂപകൾ പൊടിക്കുന്നതായ മുസ്ലിം ബിസിനസ്സുകാരില്ലേ, മുസ്ലിം അംഗമാരില്ലേ? എത്രയോ സഹോദരിമാരാണ് പെട്ടുപോയത്, എത്രയോ പർദ്ദ ധരിച്ചതാകുന്ന മംഗമാര് അത്തരത്തിലുള്ള ദേവാലയങ്ങളുടെ മുന്നിൽ പോയി നിൽക്കുന്നതായ വീഡിയോ ചിത്രങ്ങൾ ഇന്ന് സമൂഹങ്ങളിൽ പ്രചരിച്ചില്ലേ? നഊദു ബില്ലാഹ്.
വ്യാജ ജിസ്സന്മാർ, വ്യാജ ജിന്നുമ്മമാർ, വ്യാജ ജിന്നുപ്പമാര് മുസ്ലിം സമുദായത്തിൽ പോലും ഉടലെടുത്തതായ കാലഘട്ടമാ. ആത്മീയമാകുന്ന ചൂഷകർ അധികരിച്ചതായ കാലഘട്ടമാണ്. 10 വിരലുകൾ 50 മോതിരം ധരിച്ച് ഒരു പച്ച മുതച്ചെട്ടി ഏതെങ്കിലും മക്ബറകളിൽ മയിൽപീലി വിട്ടടിച്ചുകൊണ്ടിരിക്കുന്നതാകുന്ന വ്യക്തിയെ ശൈഖാണെന്ന് കണ്ടുകൊണ്ട് അവന്റെ പിറകെ കൂടരുതേ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകരായ സുന്നിയായ ഒരു മുസ്ലിം വ്യക്തിയായ നിനക്ക് അനുയോജ്യമാകുന്ന പ്രവർത്തനമല്ല. സമ്പത്ത് കൊണ്ടുപോയി ഹറാമായ ആൾക്കാരുടെ കാൽ കീഴിൽ വെക്കാൻ ആരാണ് പെങ്ങളെ നിനക്ക് പരിപൂർണമായി പിന്തുണ നൽകിയത്? ഏത് ദീനാണ് നീ പ്രചരിപ്പിക്കുന്നത്? ഏത് മതത്തിന്റെ വക്താവാണ്? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്ര കഷ്ടപ്പെട്ട് നൽകിയതായ ദീനാ. ആ ദീനിനെ നീ കളങ്കപ്പെടുത്തരുതേ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ആരൊരുവനെ കണിയാന്റെ സവിധത്തിൽ ജ്യോത്സ്യന്റെ സമീപത്ത് അല്ലെങ്കിൽ അത്തരത്തിലുള്ളതാകുന്ന ആളുകളുടെ ചാര ചെന്നുകൊണ്ട് അവരോട് കാര്യങ്ങൾ തുറന്നു പറയുകയും, ഭർത്താവ് ബുദ്ധിമുട്ടിലാണ്, എനിക്ക് മക്കളില്ല, സന്താനങ്ങളില്ല, ഞങ്ങൾക്കൊരു വീടില്ല, കൂടില്ല, ദുന്യവിയായ കാര്യങ്ങൾ പറഞ്ഞ് അതിന്റെ ലാഭങ്ങൾ കൊയ്തെടുക്കാൻ ജ്യോത്സ്യന്മാരുടെ സമയത്ത് പോയി പ്രശ്നം നോക്കുന്നവരെ, അവരെ പറയുന്ന വിഷയങ്ങൾ ജീവിതത്തിൽ കൊണ്ട് ചെയ്യുന്നവരെ, അവൻ പരിശുദ്ധമായ ദീനിൽ നിന്ന് ഒഴിവായവനാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ മഹരിൽ ബഗി വഅൻ സമനിൽ കൽബി വഹുൽവാനിൽ കാഹിർ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിരോധിക്കുകയാണ് പാടില്ല എന്ന് ഈ സമൂഹത്തോട് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാ. ഒന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ വിരോധിച്ച വിഷയമാണ് അൻസമനിൽ കൽബി. നായയെ കച്ചവടം നടത്തുന്നവരില്ലേ, ബിസിനസ് നടത്തുന്ന ആളുകളില്ലേ, പെറ്റ്സിനെ കച്ചവടം നടത്തുന്നതായ ആളുകളില്ലേ, നായയെ കച്ചവടം ചെയ്ത് അതിൻ്റെതാകുന്ന സമ്പത്ത് വാങ്ങുന്നവരെ അല്ലാഹുവിന്റെ റസൂൽ നിരോധിച്ച പണിയാണ്. മുസ്ലിമിന് യോജിച്ചതാകുന്ന പണിയല്ല. വഅൻ മഹരിൽ ബഗി, വ്യഭിചാരിണിയാകുന്ന പെണ്ണ് അവൾ എടുത്ത പണിക്കുള്ള കൂലി വാങ്ങൽ അത് നിഷിദ്ധമാണ്. അല്ലാഹുവിന്റെ റസൂൽ മൂന്നാമതായി പറയുകയാണ് വഅൻ ഹുൽവാനിൽ കാഹിർ. അതേ പാവപ്പെട്ടതാകുന്ന മുസ്ലിമാകുന്ന സഹോദരൻ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോ, ഒരു പ്രയാസം ഉണ്ടാകുമ്പോ, സാമ്പത്തികമാകുന്ന ഞെരുക്കം വരുമ്പോ ജ്യോത്സ്യനെ വീട്ടിൽ വിളിച്ച്, കടയിൽ വിളിച്ച്, കമ്പോളത്തിൽ വിളിച്ച് അവരുമായിട്ട് വലിയ ചർച്ച ചെയ്തുകൊണ്ട് പൂജാക്രിയകൾ നടത്തുന്ന മുസൽമാനില്ലേ, അവന് വേണ്ടി ലക്ഷക്കണക്ക് രൂപകൾ കൊടുത്തുകൊണ്ട് ജീവിതം കരപിടിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരില്ലേ, അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചവരാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂൽ ശപിച്ച വിഭാഗമാണ്. നമ്മുടെ തലമുറകൾ ഇന്ന് അവരുടെ പിറകെയാണ്. പർദയൊക്കെ ധരിച്ചിട്ടുണ്ട്, വലിയ കൂടിയ പർദയാണ്, ഹൂർലിയും പർദ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഹൂർലിയും കൂടെ മണിയല്ല എടുക്കുന്നത്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. കൂടിയ പർദ ഇട്ടിട്ടുണ്ട്, നല്ല മൊഞ്ചത്തിയായിട്ടുണ്ട്, പക്ഷേ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ നീചവൃത്തിയാണ്. ഭർത്താവ് ഗൾഫിലാണ്, അറബിയുടെ ചാട്ടമാരടി കൊണ്ട് മരുഭൂമിയിൽ പൊരുവയലത്ത് നിനക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും രാപ്പകൽ അധ്വാനിക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവിന്റെ സമ്പാദ്യം കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ളതാകുന്ന ആത്മീയ ചൂഷകരുടെ കാൽക്കീഴിൽ കൊണ്ടുപോയി വെക്കരുത്. നിന്നോട് ആരാണ് ഈ പരിപാടി പറഞ്ഞത്? ആരാണ് നിനക്ക് അനുവാദം തന്നത്? നീ ഏത് മതത്തിന്റെ അനുയായിയാണ്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഫഖദ് ബരിഅ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ശരീഅത്തിനെ തൊട്ട് കടകവിരുദ്ധം പ്രവർത്തിച്ചവരാണ് അവർ. പരിശുദ്ധമായ ദീനിൽ നിന്ന് പുറത്താണ്. അടുത്ത വഖത്ത് നിസ്കരിക്കാൻ പള്ളി വരണ്ട, അടുത്ത വഖത്ത് നിസ്കരിക്കാൻ പെണ്ണെ നീ മുസല്ല വിരിക്കണ്ട, നീ പരിശുദ്ധ ദീനിൽ നിന്ന് പുറത്ത്. അങ്ങനെ രണ്ട് വള്ളത്തിൽ ചവിട്ടിയിട്ട് നീ നിൽക്കണ്ട, ആ വള്ളത്തിൽ കയറി പൊയ്ക്കോ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. രണ്ട് വള്ളത്തിലും കൂടെ, രണ്ട് വള്ളത്തിൽ വെള്ളം വെച്ച് രണ്ട് വള്ളവും രണ്ട് ദിശയിലേക്ക് പോയാ ഹലാക്കാവും.
ഇത് തൗഹീദിന്റെ മതമാണ്. ഇത് പരിശുദ്ധമായ ഇസ്ലാമാണ്. ഏകദൈവ വിശ്വാസം, അല്ലാഹുൽ അചഞ്ചലമായ വിശ്വാസം. 1,24,000 അംബിയാ മുർസലീങ്ങൾ ഈ ലോകത്തേക്ക് വന്ന് നടത്തിയതാകുന്ന പ്രബോധനം ഒന്നാമതായി നടത്തിയത് അല്ലാഹുവിനെ ആരാധിക്കുക എന്നുള്ളതാണ്. ആ തൗഹീദിൽ നിന്നാണ് നീ വ്യതിചലിച്ചു പോയത്. ആ മതത്തിന്റെ ആശയത്തിൽ നിന്നാണ് പെണ്ണെ നീയും നിന്റെ ഭർത്താവും നിന്റെ കുടുംബവും ഇപ്പോൾ വ്യതിചലിച്ചത്. അല്ലെ, കച്ചവടം കുറയുമ്പോ പൂജക്രിയകൾ നടത്തുക. പാര ഇതൊക്കെ നടത്തുന്നത് വലിയ വലിയ മുതലാളിമാർ, വലിയ ടെക്സ്റ്റൈൽസ് ഷോപ്പിന്റെ മുതലാളിമാർ, സമൂഹത്തിൽ അറിയപ്പെടുന്ന വലിയ ജ്വല്ലറിയുടെ ആളുകൾ, അവരുടേതാകുന്ന കട ഉദ്ഘാടിക്കാൻ നല്ല നിലക്കുള്ള മാറിടമുള്ള അല്ലെങ്കിൽ പിന്ദ്വാരമുള്ള ശരീരത്തിന്റെ അവയവങ്ങളുള്ളതാകുന്ന നിതംബ വടിവുകൾ ഒത്തതാകുന്ന ആളുകളെ തേടി നടക്കുക. മുന്നും പിന്നും നല്ലതുപോലെ വീർത്തിരിക്കണം. അങ്ങനെയുള്ള നടിയാണ് ഇപ്പൊ എല്ലാവരും കട ഉദ്ഘാടിക്കാൻ കൊണ്ടുവരും. അത് വെച്ച് കെട്ടിയതായാലും കുഴപ്പമില്ല, എങ്ങനത്തെ ആയാലും കുഴപ്പമില്ല. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ആണോ അല്ലയോ? ഒരു കാലഘട്ടത്തിൽ പാണക്കാട് സാദാത്യങ്ങളും സമുന്നതരാകുന്ന ആലിമീങ്ങളെയും കൊണ്ടുവന്ന് കടയുൾക്കാടിച്ചിരുന്ന സമുന്നതരാകുന്ന ആളുകൾ, കാസർഗോഡുള്ള വലിയ വലിയ പണക്കാരൻ ഇന്ന് മാളുകൾ ഉൾക്കാടിക്കാനും ഹോട്ടൽ ഉൾക്കാടിക്കാനും അവന്റെ ബിസിനസ് ശൃംഖലകൾ തുടങ്ങാനും ഇത്തരത്തിലുള്ള മൂടുതാങ്ങികളാകുന്ന സിനിമാ നടീനടന്മാരെ കൊണ്ടുവന്ന് ഉൾക്കാടിക്കുന്നത് എന്തിന്റെ ആശയത്തിന്റെ പേരിലാണ്? രാവിലെ സുബഹിക്ക് മുമ്പ് ആലിമീങ്ങളെയും പ്രിയപ്പെട്ട ഹാഫിലീങ്ങളാകുന്ന ഉലമാക്കളെയും കൊണ്ടുവന്ന് കടയുടെ ഷട്ടർ 3/4 താഴ്ത്തിയിട്ടിട്ട് അടിയിലൂടെ നുഴഞ്ഞു കയറി അകത്തൊരു ചെറിയ മെഴുകുതിരി കത്തിച്ചു വെച്ച് യാസീനോദി ദുആ ചെയ്ത് ബറക്കത്താക്കി തരണമെന്ന് പറയുന്നത് ഏത് ദീനിന്റെ ആശയത്തിലാണ്? ആണല്ലോ. സാധുമാരെ എപ്പോഴാ കൊണ്ടുവരിക? സുബഹിക്ക് മുമ്പ് അരണ്ട വെളിച്ചം. വെട്ടം വരുന്നതിന് മുമ്പ്, വെട്ടം വന്ന നമ്മുടെ റോസുമോള് വരാനുള്ളതാണ്. റോസുമോക്ക് വേണ്ടിയാണ് പകൽ വെളിച്ചം. അരണ്ട വെളിച്ചത്തിൽ സാധുമാരെ കൊണ്ടുവരിക. രാത്രി സമയം 4 മണിക്ക് സുബഹിയാകാൻ വയ്ക്കൂല. എന്നിട്ട് ഷട്ടർ ഇങ്ങനെ 3/4% താത്തിട്ടിരിക്കുക. ഉസ്താദിനോട് പറയാം അടിയിൽ കൂടെ നുഴഞ്ഞു കയറാൻ. ഓൾറെഡി തീവ്രവാദികളെന്ന് പേര്, അതിന്റെ കൂട്ടത്തിൽ നുഴഞ്ഞു കയറാൻ പഠിപ്പിക്കുക അടിയിൽ കൂടെ. ഉസ്താദ് കമിഴ്ന്ന് കടന്ന് കയറി ഹലാക്ക്. കയറിയില്ലെങ്കിൽ എന്ത് ചെയ്യും? മഹല്ലി ഫിത്ന ഉണ്ടാക്കാൻ. കാരണം വലിയ അറിയപ്പെട്ട ഹോജയാണ്, വലിയ ടെക്സ്റ്റൈൽസിന്റെ മുതലാളിമാർ, വലിയ വലിയ ബിസിനസ്സുകാരാണ് ഈ പരിപാടി ചെയ്യുന്നത്. എന്നിട്ട് അകത്ത് കയറ്റി മെഴുകുതിരിയുടെ വെട്ടത്തിൽ വരുത്തിയിട്ട് ഉസ്താദിന് യാസീൻ ഓതണം, ഖുത്ബിയത്ത് ഓതണം, റാത്തീബ് ഓതണം, എല്ലാം ചെല്ലിച്ച് അവസാനം 10ന്റെ 10 നോട്ടെടുത്ത് റൗണ്ടിൽ പിടിപ്പിച്ചിട്ട് ഉസ്താദിന് കൈമടക്ക് 100 രൂപ. പകല് റോസ് വന്ന് ഉൾക്കാടിച്ചപ്പോ 3 ലക്ഷം രൂപ. പൈസ കൊടുക്കുന്നതിനല്ല, ഈ ഹറാമായ തരത്തിലേക്ക് നീ എന്തിനാ മോനെ ഇങ്ങനെ പൈസ ചെലവഴിക്കുന്നത്? ആണോ അല്ലയോ? 10ന്റെ 10 നോട്ടെടുത്തിട്ട് അതിങ്ങനെ റൗണ്ടിൽ പിടിപ്പിക്കും. കാരണം കൊടുക്കുമ്പോ കട്ടിയുണ്ടെന്ന് തോന്നാൻ വേണ്ടി. സാർ പിടിക്കുമ്പോ സാർ ഓടി വിശാലനായി റാഹത്ത്. സാർ നല്ല കെട്ടിപ്പിടിച്ചൊക്കെ പിടിച്ച് വീട്ടിൽ ചെന്ന് റൂമിൽ ചെന്ന് എണ്ണി നോക്കപ്പോ 10ന്റെ 10 നോട്ട്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഇപ്പോഴും അങ്ങനെയുണ്ട്. കൈമടക്ക് കൊടുക്കുമ്പോ ഇപ്പോഴും അങ്ങനെ കൊടുക്കുന്നവരുണ്ട്. ഒരു 5000 രൂപ കൊടുക്കുകയാണെങ്കിൽ അതിലൊരു 1000 രൂപ എങ്ങനെ കൊടുക്കും? 100ന്റെ തന്നെ ഒരു 10 നോട്ട്. അതെന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പോഴും ഒക്കെ അങ്ങനെ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. മോദി സായിരുന്നു ചിരിക്കുന്നു. മോദി സാഹിന് ഒരുപാട് അങ്ങനെ കിട്ടിയിട്ടുണ്ടെന്നോ? ആണോ? അള്ളാഹു ബറക്കത്ത് ശരിക്കട്ടെ. ഇവിടെ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾക്ക് മാറ്റം വരണം. ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ളതാകുന്ന അന്ധവിശ്വാസത്തിന്റെ അഖിലുകാരെ, പച്ച കാഫിരികളെ കൊണ്ടുവന്ന് കടയുൾക്കാടിക്കുന്ന അവസ്ഥയിലേക്ക് മുസ്ലിമീങ്ങൾ മാറിയില്ലേ? നമ്മൾ സയ്യിദന്മാരെയും ഉലമാക്കളെയും മുത്തഅല്ലിമീങ്ങളെയും യഥാർത്ഥത്തിൽ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവരാണോ? കാപട്യത്തിന്റെ വാഹകരായി ഇന്നത്തെ മുസ്ലിമീങ്ങൾ മാറിയില്ലേ? സമൂഹത്തിന് മുന്നിൽ ഞങ്ങൾ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു എന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ ബഹുമാനവും ആദരവും നിങ്ങൾ വകവെച്ചു കൊടുക്കുന്നവരാണോ? എങ്കിൽ പിന്നെന്തിനാണ് ഈ പുകമറ സൃഷ്ടിക്കുന്നത്? എന്തിനാണ് സുബഹിയുടെ സമയത്ത് ഈ പാവങ്ങളെ കൊണ്ടുവന്ന് അരണ്ട വെളിച്ചത്തിൽ സമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ഖുർആൻ ഓതാൻ എന്തുകൊണ്ട് നിങ്ങൾ തയ്യാറാകുന്നില്ല? എന്തുകൊണ്ട് സമൂഹത്തിന്റെ മുന്നിൽ വന്ന് ഫാത്തിഹ സൂറത്ത് ഓതിയിട്ട് ആലിമീങ്ങളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കാൻ മുസൽമാൻ തയ്യാറാകുന്നില്ല? നമ്മുടെ സമുദായം പ്രതിക്കൂട്ടിലാണ് സഹോദരങ്ങളെ. സമുദായം പ്രതിക്കൂട്ടിലാണ്. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. നമ്മൾ ഇത്തരത്തിലുള്ള ആളുകളെ നടിമാര് വരുമ്പോ ചേർന്ന് ഫോട്ടോ അവന്റെ ഫോട്ടോ എടുക്കൽ ഹലാക്ക്. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഒക്കെയാണ് ഇന്നത്തെ. ആരാ ഇയാള്? ഒന്നാമത്തെ സഫിലുണ്ട്. അത് കഴിയുമ്പോ ളുഹർ നിസ്കരിക്കാം. ഇപ്പം മുമ്പ് എവിടെയായിരുന്നു എന്ന് കണ്ടായിരുന്നു. ഇതാണ് അവസ്ഥ. വലിയ ദീന്റെ അഖിലുകാരാണ് ഈ ചെയ്യുന്നത്. വലിയ ദീനിന്റെ അഖിലുകാരാ. സമൂഹത്തിൽ ഖുതുബുൽ അഖ്താബ് എന്നറിയപ്പെടുന്ന പോസ്റ്റാണുള്ളത്. പക്ഷെ ചെയ്യുന്നത് ഏറ്റവും ലോ ക്ലാസ് പരിപാടിയാണ്. അതൊക്കെ മാറണം. അതിനായി വാഴുന്നത്. അല്ലാഹു തൗഫീഖ് തരട്ടെ.
മാറണം. നമ്മൾ ചില കാര്യം, അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ സുന്നികളാണ്, പക്ഷെ ആ സുന്നത്ത് ജമാഅത്ത് ജീവിതത്തിൽ ചില ഭാഗങ്ങളിൽ കാണുന്നില്ല. ഈ വിഷയത്തിലൊക്കെ അന്ധവിശ്വാസം വെച്ച് പുലർത്താൻ, ഇത്തരത്തിലുള്ള നടിമാരെ കയറ്റിയാൽ കച്ചവടത്തിൽ ബർക്കത്തുണ്ട് എന്നുള്ള തികഞ്ഞ അന്ധവിശ്വാസം ഏറ്റവും കൂടുതൽ പുലർത്തുന്നത് ഇന്ന് സുന്നികളാണ്. ഏറ്റവും കൂടുതൽ നമ്മളാ പുലർത്തുന്നത്. അല്ലെങ്കിൽ പിന്നെ എന്തിനാ വിളിച്ചിരിക്കുന്നത്? നിങ്ങളുടെ ഉദ്ദേശശുദ്ധി എന്താ? ഒരു കാലത്ത് പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടിച്ചിരുന്ന ചൊല്ലറുകളൊക്കെ ഇന്ന് ആരാ കൈവെക്കുന്നത്? നിങ്ങൾ തന്നെ പറയും. ഇന്ന് ആരെ കൊണ്ടുവന്നാ നിങ്ങൾ ഉദ്ഘാടിക്കുന്നത്? ആലിമീങ്ങളെ കൊണ്ടുവന്ന ഒരു മൂലയ്ക്ക് കൊണ്ടുവന്നിരുത്തിയിട്ട് ഇത്തരത്തിലുള്ള നീചവൃത്തികളല്ലേ സ്റ്റേജിന്മേൽ കാണിക്കുന്നത്? സിനിമാ പാട്ടുകളും ഗാനമേളകളും മറ്റുള്ളതാകുന്ന ചെണ്ടവാദ്യമങ്ങളും ഒക്കെ മറ്റുള്ള മതത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മതസൗഹാർദ്ദം എന്ന പേരിൽ കടത്തിക്കൂട്ടിയിട്ട് മുസൽമാൻ അവന്റെ ദീൻ കളഞ്ഞു കുളിക്കുകയല്ലേ? ഞാനിതൊക്കെ പറയുന്നത് മുസ്ലിമീങ്ങളോടാണ്. അല്ലാതെ മറ്റുള്ള മതസ്ഥരുടെ ആചാരാനുഷ്ഠാനങ്ങൾ അവർ നടത്തുന്നതിൽ ഇവിടെ ആർക്കും പ്രശ്നമില്ല. ഇത് ഇന്ത്യ രാജ്യമാണ്. ഓരോ മതസ്ഥർക്കും അവരുടേതാകുന്ന ആദർശങ്ങളും ആശയങ്ങളും പരിപൂർണമായി പ്രചരിപ്പിക്കാനും അതനുസരിച്ചുകൊണ്ട് ജീവിക്കാനുമുള്ള സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ വ്യക്തമായിട്ട് ഇവിടെ നൽകുന്നുണ്ട്. അതനുസരിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയുന്നത്. അല്ലാതെ മറ്റൊരു മതത്തിന്റെ ചിഹ്നത്തെയോ അവരുടെ ആശയത്തെയോ മോശമാക്കി ചിത്രീകരിക്കല്ല. മുസൽമാൻ എന്തിനാണ് മറ്റുള്ളവരുടെ ആദർശം കട്ടെടുക്കുന്നത്? അതാണ് എന്റെ ചോദ്യം. നമ്മുടെ ആഘോഷങ്ങളൊക്കെ മറ്റുള്ളവരുടെ ആഘോഷങ്ങൾ കട്ടെടുക്കാൻ നമ്മൾ അങ്ങനെയായി മാറി. അതിന് സമയം ചെലവഴിക്കാൻ, അതിന് കോടികൾ ചെലവഴിക്കാൻ. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സയഅതി സമാനുൻ അലാ ഉമ്മതി, ഒരു കാലഘട്ടം എന്റെ സമുദായത്തിന് കടന്നു വരും. സഹാബ, ഒരു കാലഘട്ടം എന്റെ സമുദായത്തിന് കടന്നു വരും. ആ കാലഘട്ടത്തിലുള്ളതാകുന്ന ജനങ്ങൾ ലതത്തബിയന്ന സുനന മൻ ഖബലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഇൻ, ചാണിന് ചാണായി മുഴത്തിന് മുഴമായി മറ്റുള്ളതാകുന്ന ആളുകളുടെ, അവിശ്വാസികളുടെ, നിരീശ്വരവാദികളുടെ, യഹൂദികളുടെ, ജൂതന്മാരുടെ, നസ്രാനികളുടെ നീചമാകുന്ന പ്രവർത്തനങ്ങൾ എന്റെ സമുദായം പരിപൂർണമായി പിൻപറ്റുമേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനമാണ്. റസൂലുള്ളാഹി 1400 വർഷം മുമ്പ് പറഞ്ഞത് ഈ സമുദായത്തിലേക്ക് നോക്കിയിട്ടല്ലേ, നമ്മളിലേക്ക് ചേർന്നിട്ടല്ലേ. 1400 വർഷം മുമ്പ് സ്വഹാബത്തിനോട് പറയുമ്പോൾ അവർ അത്ഭുതപ്പെട്ടു. ഇന്ന് നമ്മൾ നേർക്കുനേരെ അത് കാണുകയാണ്. ജൂതന്മാരുടെ, നസ്രാനികളുടെ ഒക്കെ നീചവൃത്തി നമ്മളിലേക്ക് കൊണ്ടുപോകും. എന്നാൽ അവരിലുള്ള പല ഗുണങ്ങളും നമ്മൾ എടുത്തില്ല. പാശ്ചാത്യരാകുന്ന ആളുകളുടേതാകുന്ന എല്ലാ നീചവൃത്തികളും നമ്മൾ എടുത്തു. അവരിൽ ചില ഗുണങ്ങളുണ്ട്, അത് നമ്മൾ എടുത്തില്ല. പാശ്ചാത്യർക്ക് 3 ഗുണങ്ങളുണ്ട്, നമ്മൾ അത് നേടിയെടുക്കണം. എല്ലാ വിഷയത്തിലും നമ്മൾ പാശ്ചാത്യന് എതിര് പറയുന്നവരാണെങ്കിൽ അവരിലുള്ള 3 ഗുണങ്ങളുണ്ട്. ഒന്ന്, ഒരു കുപ്പി വെള്ളം എപ്പോഴും കൊണ്ട് നടക്കും. സാധനമല്ല, മണിച്ചമ്പാട്ടറല്ല, എന്ത് അല്ലാത്ത വെള്ളം, നല്ല വെള്ളം, കുടിക്കാൻ വേണ്ടിയുള്ള വെള്ളം ഒരു കുപ്പി എപ്പോഴും അവരുടെ കയ്യിലുണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൊടുക്കും, ഒരു സിപ്പ് ഇങ്ങനെ വെച്ച് കുടിക്കും. ഫോറിനേഴ്സ് ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു നോക്ക് നിങ്ങൾ. ഇടയ്ക്ക് വെള്ളം കുടിക്കും, അത് നല്ലതാണ്. ഒരുപാടല്ല, അല്പാൽപമായിട്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കും. 3 ഗുണങ്ങൾ. രണ്ടാമത്തത്, നല്ലതുപോലെ പുസ്തകം വായിക്കും. ഒരു ദിവസം ഇത്ര വെച്ച് അവർ വായിച്ചിരിക്കും. ട്രെയിനിലായാലും ഫ്ലൈറ്റിലായാലും ഏത് സമയത്തായാലും ഒരു ദിവസം 10 പേജ് വായിക്കാൻ വേണ്ടി അവർ ശ്രദ്ധിക്കും. നമ്മളോ പത്രം വന്നാൽ പോലും അല്ലാത്ത പത്രം മടക്കി വെച്ചിട്ട് അന്ന് ഉറങ്ങുകയാണ്. ഇന്നത്തെ പത്രം വായിച്ചവർ എത്ര പേരുണ്ട്? ഒരു വായനയില്ല. പത്രം വരുത്തിയവരെടുത്തോളം എല്ലാവരും വീട്ടിൽ പത്രമുണ്ട്. എല്ലാവരുടെയും വീട്ടിൽ പത്രമാണ്. പത്രം വായിക്കുന്നില്ല. അതുകൊണ്ടെന്താ, അറിവ് കുറയുന്നവരായി നമ്മൾ മാറി. വായനാശീലം വേണം. മാത്രമല്ല, നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കണം. നമ്മൾ എന്ത് പുസ്തകം വായിക്കുക? സാധേ പഴയ പോലെ മുത്തുച്ചിപ്പി ഒന്നും ഇപ്പൊ വരുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ വായിക്കുക. അതിനിപ്പോഴത്തെ അവസ്ഥ മുത്തുച്ചിപ്പിയും മുത്തുമൊക്കെയാണ് വായിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ അത് വായിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ വായന അവിടെയാണ്. നല്ല പുസ്തകങ്ങളൊന്നും വായിക്കുന്നില്ല. അതുകൊണ്ട് എന്ത് പറ്റി? വിവരവും വിദ്യാഭ്യാസവും കുറഞ്ഞു. അവർ നല്ലതുപോലെ പുസ്തകം വായിക്കുമായിരുന്നു. 3, വെള്ളം കുടിക്കുകയും പുസ്തകം വായിക്കുകയും മാത്രമല്ല, സമ്പത്ത് ഉള്ളതനുസരിച്ച് നല്ല യാത്ര എല്ലാ വർഷവും ഷെഡ്യൂൾ ചെയ്യും.
നമ്മളാണെങ്കിലോ കാശ് ഇങ്ങനെ അട്ടിക്ക് വെക്കുന്നതല്ലാതെ അള്ളാഹത്ത് ഒരു ഹജ്ജും ഇല്ല, ഒരു ഉംറയും ഇല്ല, ഒരു സ്ഥലങ്ങളിലും പോകത്തില്ല, ഒരു ഇറാഖും പോകത്തില്ല, ഒരു ബഗ്ദാദും പോകത്തില്ല, ഒരു തുർക്കിയില്ല, ഒരു യാത്രയില്ല. ഇസ്ലാമികമായ ഒരു രാഷ്ട്രങ്ങളോ സംവിധാനങ്ങളോ രാജ്യങ്ങളോ ഒന്നും കാണാനോ കേൾക്കാനോ ഒന്നും നമ്മൾ തയ്യാറായില്ല. കോടിക്കണക്കിന് പൈസയുണ്ട്. എടാ, ഭാര്യ മക്കളെയൊക്കെ കൂട്ടിയിട്ട് വർഷത്തിൽ ഒരു ഔട്ടിങ്, ടൂറ് പോകാനല്ല. ആ ടൂർ ഇസ്ലാമികമാക്ക രാജ്യങ്ങളാകട്ടെ, ഇറാഖിന്റെ രാജ്യങ്ങൾ പോയി കാണാനും പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന മഹത്തുക്കളെ സിയാറത്ത് ചെയ്യാൻ വഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു, റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു, അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു അടക്കമുള്ള, അലി റളിയല്ലാഹു അൻഹു അടക്കമുള്ള, ഹുസൈൻ റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹത്തുക്കളാകുന്ന മഹാന്മാരെ സ്വഹാബത്തിന്റെ ഖബർ ശരീഫ് പോയി കണ്ട് സിയാറത്ത് ചെയ്യും. ഖുൽ സീറൂ ഫിൽ അർദ് സുമ്മ കൈഫ കാന ആഖിബത്തുൽ മുജ്രിമീൻ. സമ്പത്തുണ്ടായിട്ട് കാര്യമില്ല, ആ ഉള്ളതനുസരിച്ച് ഇടയ്ക്ക് നല്ല റാഹത്തായ യാത്ര തന്നെ ചെയ്ത് മക്കളെ പട്ടിണിക്കിടണമെന്നല്ല. അതാ ഞാൻ പറഞ്ഞത്, വർഷത്തിലെങ്കിലും നല്ല യാത്രകൾ ചെയ്യണം, പഠിക്കാൻ പറ്റുന്ന നല്ല യാത്ര. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പാശ്ചാത്യരായ ആളുകളെ കണ്ടു നോക്ക്. ഇന്നലെ ഒരു വ്യക്തി, അദ്ദേഹം TV ചാനലിൽ നിന്നുകൊണ്ട് ഒരു ഫോറിനേഴ്സിനെ പ്രത്യേകമായിട്ട് അദ്ദേഹം ഇങ്ങനെ രാവിലെ അവരോട് ചോദിക്കുകയാണ്, കാര്യങ്ങൾ ചോദിക്കുകയാണ്. എത്ര നാളായി നിങ്ങളുടെ കേരളത്തിൽ നിന്ന് ചോദിക്കുമ്പോൾ അവർ മറുപടി കൊടുത്തത്, ഞങ്ങൾ 2 മാസമായിട്ട് കേരളത്തിലുണ്ട്, 2 മാസമായി. റിപ്പോർട്ടർ ചാനലാണ്, ഏതാ ചാനലെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഏതോ ഒരു ചാനൽ ഇരുന്നിട്ട് മാധ്യമപ്രവർത്തകൻ ചോദിക്കുമ്പോൾ കൊടുക്കുന്ന മറുപടി പറയുന്നത്, 2 മാസമായിട്ട് ഞങ്ങൾ ഇവിടെയുണ്ട്. നോക്കൂ, അവര് സമയം ചെലവഴിക്കാൻ. നമ്മളങ്ങനെ 1 മാസക്കാലം 2 മാസം പോകണമെന്നല്ല, 2 ദിവസമെങ്കിലും നമ്മൾ കുടുംബവുമായിട്ട് ഒന്ന് സന്തോഷത്തോടുകൂടി നല്ല യാത്ര ചെയ്യാൻ കാശുള്ളവരോടായി പറയും. അതിനൊക്കെ നമ്മൾ ഫോറിനേഴ്സിനെ കണ്ടുപഠിക്കണം. കാരണം ഈ യാത്രയിൽ ഒരുപാട് സംസ്കാരങ്ങൾ പഠിക്കും, ഒരുപാട് കാര്യങ്ങൾ പഠിക്കും, ഒരുപാട് പട്ടിണി കിടക്കുന്നവരെ കാണാൻ അവ കുടുംബത്തോട് തന്നെ പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ പറ്റും. അവരുടെ ദാരിദ്ര്യവും പ്രശ്നങ്ങളും ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ള നല്ല ജീവിതം നയിക്കാൻ കാരണമായി തീരും. പാശ്ചാത്യരിൽ നിന്ന് നമ്മൾ നേടിയെടുക്കേണ്ട 3 ഗുണങ്ങളാണ്. എന്നാൽ ബാക്കിയുള്ള അവരുടെ നീചവൃത്തികൾ, ഒരുപാട് വൃത്തികേടുകളുണ്ട്. മലമൂത്ര വിസർജനം പലപ്പോഴും ഇല്ല. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ടിഷ്യൂ എടുത്തിട്ട് തുടച്ചു വിടുക, അങ്ങനത്തെ ഉള്ള പ്രവർത്തനങ്ങൾ. വെള്ളം ഉള്ളതാകുന്ന സമുദായത്തിൽപ്പെട്ട നമ്മൾ അവരുടെ ആ പ്രവർത്തനം എടുത്ത് ജീവിതത്തിലേക്ക് ഒപ്പാൻ പാടില്ല. നമ്മൾ വെള്ളം ഉപയോഗിച്ച് തന്നെ ശൗചം ചെയ്യാം. അപ്പൊ നന്മകൾ നമ്മൾ സാക്ഷീകരിക്കുക, അവരുള്ള തിന്മകൾ പരിപൂർണമായി ഒഴിവാക്കണം. പക്ഷെ ഈ സമുദായം അങ്ങനെയല്ല. എന്തെല്ലാം തിന്മകളുണ്ടോ അതെല്ലാം ഇന്ന് വാരിപ്പുണർന്നു. എന്തെല്ലാം നന്മകൾ അവരിലുണ്ടോ അതും നമ്മൾ വേണ്ടാന്ന് വെച്ചു. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ചെന്നൈയിലെ KR നഗർ എന്ന് പറയുന്ന സ്ഥലത്ത് രാജഗോപാലൻ എന്ന പേരുള്ള വ്യക്തി 980 ഒരു ചെറിയ പലചരക്ക് കട നടത്തിയിരുന്നു. ഈ അടുത്ത് ജലപ്രളയമുണ്ടായ സ്ഥലമാണല്ലോ ചെന്നൈ. 980 ഒരു ചെറിയ പലചരക്ക് കടയിട്ട വ്യക്തിയാണ് രാജഗോപാലൻ. അദ്ദേഹം പൂജയിലും അദ്ദേഹത്തിന്റെ ദൈവവിശ്വാസ പ്രകാരമൊക്കെ വിശ്വാസം അല്പം കൂടിയ വ്യക്തിയാണ്, ദൈവഭയം കൂടിയിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ജ്യോത്സ്യനെ സമീപിച്ച്, അവരുടെ മതത്തിന്റെ ആചാരപ്രകാരം തന്നെ ജ്യോത്സ്യനെ സമീപിച്ച് അദ്ദേഹത്തിനോട് കാര്യങ്ങൾ തിരക്കി, എന്റെ ഭാവി എങ്ങനെ ഉണ്ടാവും, നിങ്ങളൊന്ന് പ്രവചിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ബിസിനസ് നിർത്തിയിട്ട് തീ കൊണ്ടുള്ള ബിസിനസ് തുടങ്ങണം. ഏതാണ് തീ കൊണ്ടുള്ള ബിസിനസ്? ഏതാണ്? ഹോട്ടൽ തുടങ്ങണം. അങ്ങനെ ഇദ്ദേഹം പലചരക്ക് കട നിർത്തി, സ്റ്റോപ്പ് ചെയ്തിട്ട് നല്ല ഹോട്ടൽ തുടങ്ങാൻ തീരുമാനിച്ചു. പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടൽ ഇട്ടു. ആ ഹോട്ടലാണ് പിന്നീട് ലോകമെമ്പാടും വളർന്ന് പന്തലിച്ച ശരവണ ഭവൻ. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ലോകമെമ്പാടും അതിന്റെ ഔട്ട്ലെറ്റുകളുണ്ട്. രാജഗോപാലൻ എന്ന് പറയുന്ന ആ വ്യക്തി വെച്ചടി കയറി. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ജ്യോത്സ്യനെ സമീപിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഇനിയും ഞാൻ ഭാവി കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതം വെച്ചടി കയറണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്ത വിവാഹം കൂടാതെ ഒരു വിവാഹം കൂടി കഴിക്കണം, 2ാം വിവാഹം കഴിക്കണം. എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നുകൂടി മെച്ചം കാണുന്നുണ്ട്. അപ്പൊ അയാൾ എന്ത് ചെയ്തു? 2ാമതൊരു വിവാഹം കഴിച്ചു. ഒരു സുന്ദരിയായ പെണ്ണിനെ വിവാഹം ചെയ്തു. നോക്കിയപ്പോൾ അങ്ങനെ തന്നെ ജീവിതം ഒന്നുകൂടി മെച്ചപ്പെട്ടു. നല്ല ബിസിനസ്. അമേരിക്കയിലും ബ്രിട്ടനിലും ഫ്രാൻസിലും ഓസ്ട്രേലിയയിലും
എന്ന് വേണ്ട, എല്ലാ രാജ്യങ്ങളിലും അദ്ദേഹത്തിന് ഔട്ട്ലെറ്റുകൾ രൂപാന്തരപ്പെട്ടു. ബിസിനസ് തകൃതിയായി വളർന്നു. ശരവണ ഭവൻ കുതിച്ചുയരുകയാണ്. കോടികളുടെ ബിസിനസ്. ഇടിവെട്ടി മഴ പെയ്യോ? പെയ്യട്ടെ അല്ലേ? അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു നമുക്ക് ബർക്കത്ത് ചൊരിയട്ടെ. ആമീൻ പറയിൻ. അള്ളാഹു നമുക്ക് ബർക്കത്ത് ചൊരിയട്ടെ. ശരിക്കും ശ്രദ്ധിക്കണേ. അങ്ങനെ നല്ല രീതിയിൽ ബിസിനസ് മുന്നോട്ട് പോയപ്പോഴത്തേക്കും വീണ്ടും അദ്ദേഹം ജ്യോത്സ്യനെ സമീപിച്ചു. അപ്പൊ ജ്യോത്സ്യം പറഞ്ഞു, നിങ്ങൾ ഒരു വിവാഹം കൂടി കഴിക്കണം. ഇപ്പൊ ഓൾറെഡി എത്ര വിവാഹം കഴിച്ചു? 2 വിവാഹമായി. നോക്കണം, ഓരോ മനുഷ്യനെ കൊണ്ടുപോയി കുടുക്കിൽ ചാടിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങളിപ്പോ ഇത്രയും പറഞ്ഞപ്പോ ഓർത്ത് ആഹ കൊള്ളാവില്ല, അയാൾക്ക് നല്ല വെച്ചടി കയറ്റം കിട്ടിയത്, എന്നാ അങ്ങനെയാണെങ്കിൽ ആ ജ്യോത്സ്യന്റെ നമ്പരൊന്നും കിട്ടിയത് ഒന്ന് പോകായിരുന്നു, അങ്ങനെ നിങ്ങൾ കരുതിയില്ലേ? അതാണ് മനുഷ്യൻ. മനുഷ്യൻ അങ്ങനെയാണ്. ഇത്രയും പറഞ്ഞു കൊടുത്ത് അന്ധവിശ്വാസത്തിലേക്ക് പോരുന്നത് പറഞ്ഞിട്ടും അപ്പൊ അയാൾക്ക് ഇപ്പൊ ഇത്രയും കെച്ചടി കയറ്റി കെട്ടിയെന്ന് കണ്ടപ്പോ അതെ അദ്ദേഹത്തിന്റെ നമ്പരും എല്ലാം കിട്ടുമോ ഒന്ന് ബന്ധപ്പെടാൻ എന്ന മനസ്സ് കൊതിച്ച ആജിയാക്കന്മാർ ഇവിടെ ഉണ്ട്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ആ മനസ്സിലാക്കി അവസാനം കൊണ്ടുപോയി കുടുക്കിച്ചടിക്കാൻ പിശാച് എങ്ങനെയാ? ഏറ്റവും അവസാനം കൊണ്ടുപോയി. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു, ഒരു മനുഷ്യനെ കൊണ്ടുപോയി കുടുക്കിൽ ചാടിക്കുന്നത് പിശാചാണ്. അതിന്റെ പര്യവസാനം നിന്ദതയും നിസ്സാരതയുമാണ്. സമ്പത്തിനോടുള്ള ആർത്തി മൂല കാരണമാവും. തീർച്ചയായും അതിലൂടെ ഉണ്ടായിരുന്നത് ഏറ്റവും വലിയ അധപ്പതനമാണ്, ഏറ്റവും വലിയ മോശത്തരത്തിലേക്ക് എത്തും. അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ 3-ാം വിവാഹം ചെയ്യേണ്ടത് നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്ന കീഴുദ്യോഗസ്ഥനാകുന്ന ചെറുപ്പക്കാരന്റെ ഭാര്യ, അയാൾ വിവാഹം കഴിച്ചിരിക്കുന്ന ആ പെണ്ണിനെ അയാളിൽ നിന്ന് മോചിപ്പിച്ചിട്ട് നിങ്ങൾ കെട്ടണം. എങ്കിലും എന്തുണ്ടാവുള്ളൂ? ജീവിതത്തിൽ വെച്ചിട്ട് കയറ്റമുണ്ടാവും. ചുരുക്കി പറയട്ടെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. 980 മുതൽ വെച്ചടി കയറ്റം കിട്ടി ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വിവിധങ്ങളാകുന്ന ഔട്ട്ലെറ്റുകളിട്ട് ശരവണ ഭവൻ എന്ന പേരിൽ കുതിച്ചുയർന്നതാകുന്ന ആ മുതലാളി, പടുവൃദ്ധനായ മനുഷ്യൻ രാജഗോപാലൻ എന്ന വ്യക്തി തന്റെ കീഴുദ്യോഗസ്ഥനാകുന്ന വ്യക്തിയോട് കാര്യം പറഞ്ഞു. അദ്ദേഹം സമ്മതിച്ചില്ല. അദ്ദേഹത്തിന്റെ ഭാര്യയോട് പറഞ്ഞു, അവരും സമ്മതിച്ചില്ല. അവസാനം 8 വാടക കൊലയാളികളെ നിർത്തി ആ ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തിയിട്ട് ആ പെണ്ണിനെ വിവാഹം കഴിക്കാൻ വേണ്ടി തുനിഞ്ഞു. പക്ഷെ പെണ്ണ് സമ്മതിച്ചില്ല. ചെറുപ്പക്കാരിയായ പെണ്ണ് ഒറ്റയ്ക്ക് നിന്ന് കോടതിയിൽ വാദിച്ച് അവസാനം ജീവപര്യന്തം തടവിന് വിധിച്ചു. 12 വർഷം കഠിന തടവിന് രാജഗോപാലൻ ജയിലിലായി. മഴ പെയ്തില്ലേ? ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കയറിയാത്തിരിക്കും. അള്ളാഹു ബറക്കത്ത് ശരിയാട്ടെ. ഇപ്പൊ നിർത്താം. ഇപ്പൊ എല്ലാവരും അകത്തോട്ട് വന്നുകൊണ്ട് ഇനി നമുക്ക് ദ്വാരക്കാം. അതിനുവേണ്ടി എല്ലാവരും അകത്തോട്ട് കയറ്റി. അത് അവിടെ കുറെ പേര് അങ്ങോട്ട് എല്ലാവരും പോരെ, അവിടെ നിൽക്കണ്ട, ഇങ്ങോട്ട് വാ. ശരവണ ഭവന്റെ അവസ്ഥ പറഞ്ഞുതരാം. വേഗം കയറിയിരിക്കും. ഏമ്പാ മഴ പോയിട്ടുണ്ട്. അത് മൂപ്പര് ഇത് ഇട്ട് കഴിയുമ്പോഴത്തേക്കും മഴ പോകും. അങ്ങനെ അതിന്റെ കളി. മൂപ്പരെ ഒന്ന് മോളിൽ കയറ്റാൻ വേണ്ടിയിട്ടാണ് മഴ കൊടുക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കും. 3-ാമത്തെ വിവാഹം കഴിക്കാൻ വേണ്ടി തുനിഞ്ഞു, സമ്മതിച്ചില്ല. അവസാനം 8 വാടക കൊലയാളിയെ വെച്ചിട്ട് ആ ചെറുപ്പക്കാരനെ കൊന്നുകളഞ്ഞു. അവന്റെ ഭാര്യ കേസ് നടത്തി. അവസാനം കേസിൽ വിജയിച്ചു. 12 വർഷം അദ്ദേഹത്തിന് തടവ് ശിക്ഷ ലഭിച്ചു. 2019 ആ ശിക്ഷ നിർവഹിച്ചുകൊണ്ടിരിക്കവേ ജയിലിൽ വെച്ചുകൊണ്ട് ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധേയനായ മനുഷ്യൻ ശിക്ഷയ്ക്ക് ഇടയിൽ വെച്ചുകൊണ്ട് ജയിലിൽ വെച്ച് മരണപ്പെട്ടു പോയി. 2019 പത്രത്തിൽ വന്ന വാർത്തയാണ് ഞാൻ ഈ പറഞ്ഞത്. ഞാൻ പറയുന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ സമ്പത്തിനോടുള്ള ആർത്തി മൂലം എത്തിയത് എവിടെയാണ്? അന്ധവിശ്വാസവും മറ്റും വെച്ചു പുലർത്തി അവസാനം അദ്ദേഹത്തെ കൊണ്ടെത്തിച്ചത് അവസാനം എവിടെയാണ്? നമ്മളിൽ പല ആളുകളും പറയും, ഉസ്താദെ അവർ പറയുന്നത് ചില വിഷയങ്ങളൊക്കെ ശരിയുണ്ടല്ലോ, അങ്ങനെ പറയുന്നുണ്ട് അല്ലേ? ചില കാര്യങ്ങളൊക്കെ നോക്കുമ്പോ ചിലപ്പോൾ ശരിയുണ്ടല്ലോ. ഇപ്പൊ ജിന്നുപ്പയായിട്ടൊക്കെ ഇരിക്കുന്ന ആളുകൾ നിങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോ തന്നെ മുട്ടുന്തലേന്നാ വന്നേ. നമുക്ക് മുട്ടിന് വേദന ഉണ്ടല്ലേ? മുട്ടിന് വേദന ഉണ്ട്, ഇങ്ങോട്ടിരുന്നോ. ഉദാഹരണം പറയാൻ. അപ്പൊ അങ്ങോട്ട് ചെല്ലുമ്പോ തന്നെ നമ്മൾ ഞെട്ടി, ഇത് കൊള്ളാമല്ലോ. മുട്ടിന് വേദനയായിട്ട് മുട്ടുന്തലേന്ന് വന്നവൻ അങ്ങോട്ട് കേറിയപ്പോഴേ തന്നെ വാതിൽ നല്ല മഴ നാട്ടി പെയ്യാൻ. അപ്പൊ
അപ്പൊ ഞാൻ ആലോചിച്ചോടച്ചൻ ഇവിടെ ഒരു മഴയില്ലല്ലോ, നമ്മുടെ കാസർഗോഡ് മഴ. അങ്ങനെ അൽഹംദുലില്ലാ ഇപ്പൊ 1 മാസത്തിന് മേളിലായെന്ന് തോന്നുന്നു മഴ കിട്ടിയിട്ടല്ലേ. 2 മാസം അൽഹംദുലില്ലാ. അള്ളാഹു ബർക്കത്ത് ചൊരിയട്ടെ. നമുക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത കാരുണ്യത്തിന്റെ മഴ അള്ളാഹു വർഷിച്ച് നൽകട്ടെ. ആമീൻ പറയിൻ. അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ നോക്കൂ, നിങ്ങൾ രാജഗോപാൽ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. വെച്ചടി കയറ്റമുണ്ടായിട്ട് പിന്നീട് ബുദ്ധിമുട്ട് വന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ചില ആളുകൾ നമ്മൾ അവിടെ ചെല്ലുമ്പോഴേക്ക് കാര്യങ്ങളൊക്കെ വിളിച്ചു പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ പറയാറുണ്ട്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്ത് വന്നുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, തങ്ങൾക്ക് ജ്യോത്സ്യന്മാരെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അത്രേ, ലൈസൂ ബിശൈഇൻ. തങ്ങളുടെ വാക്കാണ്, ലൈസൂ ബിശൈഇൻ, അവരൊരു ചുക്കുമല്ല, അവരൊന്നുമല്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അവരൊന്നുമല്ല. നിങ്ങൾ മനസ്സിലാക്കിയത് എന്തോ സംഭവം എന്നാ നിങ്ങൾ കരുതിയത്. അവരൊന്നുമല്ല, ഹബീബ് മുഹമ്മദ് മുസ്തഫ. അപ്പോ ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്ത് വീണ്ടും ചോദിച്ചു, നബിയേ, അവർ പറയുന്ന ചില വിഷയങ്ങൾ ചിലപ്പോൾ നടക്കാറുണ്ടല്ലോ ഹബീബേ. ചില വിഷയങ്ങൾ അവർ പറയുന്നത് പോലെ തന്നെ സംഭവിക്കാറുണ്ടല്ലോ. ചെന്ന് കേളുമ്പോൾ അവർ ചില പ്രവചനങ്ങൾ നടത്തും, അതേപോലെ നടക്കാറുണ്ടല്ലോ ഹബീബേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വഹാബാ, സാലിഹീങ്ങളായ ജിന്നമുണ്ട്, മോശപ്പെട്ടതാകുന്ന ജിന്നുകളുണ്ട്. മോശപ്പെട്ട ജിന്നുകളെ വശപ്പെടുത്തിയെടുത്തതിന്റെ കാരണത്താലാണ് അവർ കാര്യങ്ങൾ അറിയുന്നത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. وأنا منا الصالحون ومنا دون ذلك كنا طرائق قددا. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ജിന്നിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, വഅന്നാ മിന്ന സാലിഹൂൻ, ഞങ്ങളിൽ സാലിഹീങ്ങളായ ആളുകളുണ്ട്. ജിന്നുകൾ വിളിച്ചു പറയുകയാണ്, ഞങ്ങളിൽ സാലിഹീങ്ങളുണ്ട്. വമിന്നാ ദൂന ദാലിക്, ഞങ്ങളിൽ സാലിഹല്ലാത്തതായ മോശപ്പെട്ടതായ ആളുകളുമുണ്ട്. കുന്നാ ഞങ്ങൾ വ്യത്യസ്തമാകുന്ന പാർട്ടികളാണ്, വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലുമുള്ളവരാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ നല്ലവരുമുണ്ട്, ഞങ്ങളുടെ കൂട്ടത്തിൽ ചീത്ത ആളുകളുണ്ട്. അപ്പൊ ചീത്ത സ്വഭാവമുള്ളതാകുന്ന ജിന്നുകളെ മറ്റു മോശപ്പെട്ടതാകുന്ന ദുർവൃത്തിയാകുന്ന പൂജക്രിയകളൊക്കെ ചെയ്ത് അവരെ വശീകരിക്കപ്പെടുത്തിപ്പെടും, അവരെ കൈവശപ്പെടുത്തി വെക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ ജിന്നുമ്മമാര്, ചില ജിന്നുപ്പമാരുടെ അടുക്കലൊക്കെ ചെല്ലുമ്പോ, അത്തരത്തിലുള്ള ചികിത്സകളൊക്കെ ഇരിക്കുന്ന ആൾക്കാർ ചെല്ലുമ്പോ ഈ അങ്ങോട്ട് കേറുമ്പോ തന്നെ പറയും, ആ എന്റെ അടുത്തുനിന്നല്ലേ, മാണിക്കോത്തുന്നല്ലേ, അതെ ഇന്ന ആളല്ലേ, അതെ, കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുക. നിന്റെ വിഷയങ്ങൾ ഇന്നതല്ലേ, നിനക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട്, നിന്റെ കുടുംബത്തിൽ ഇന്ന പ്രശ്നമുണ്ട് ഒക്കെ പറയും. ഇതെങ്ങനെയാണ് ഇത് അറിയുന്നത്? ഈ മോശപ്പെട്ട ജിന്നിലൂടെ അദ്ദേഹം സായക്തമാക്കിയ അറിവാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. യഥാർത്ഥത്തിൽ അവർക്കൊരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല. അവരുടെമായിട്ട് ബന്ധം പുലർത്തരുത്. ബന്ധം പുലർത്തിയാൽ നിന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനിത് പറയുന്നത് എന്തിനാ? ഇന്ന് നമ്മുടെ കാസർഗോഡ് ജില്ലയിലുള്ള ഒരുപാട് ഉമ്മമാർ, ഒരുപാട് ഉപ്പമാർ ഇത്തരത്തിലുള്ളവരുടെ കാൽക്കീഴിലാണ്. ജിന്നമ്മമാരുടെ, ജിന്നപ്പമാരുടെ ഇത്തരത്തിലുള്ള സേവ നടത്തുന്നവരുടെ അടുക്കലിലേക്ക് പോയി അവരുടെ ദീനിനെ കളങ്കപ്പെടുത്താൻ വലിയ വിഷയമാണ്. അള്ളാഹു നമ്മുടെ സമ്പത്തിന് പരിപൂർണമായ സംരക്ഷണം നൽകുമാറാവട്ടെ. എല്ലാ വിപത്തുകളിൽ നിന്നും അള്ളാഹു ഈ സമുദായത്തെയും ഈ സമൂഹത്തെയും അള്ളാഹു കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാം, നിർത്താൻ ഒരൊറ്റ സംഭവം പറഞ്ഞ് നിർത്താൻ. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് പരോപകാരം ചെയ്തിരുന്ന, നന്മ ചെയ്തിരുന്ന ഏതാനും ചില ആളുകളുണ്ട്. അവർ 5 പേരായിരുന്നു. അവരുടെ പേര് വദ്, സുവാഅ്, യഗൂസ്, യഊഖ്, നസ്ർ.
5 പേര്. എത്ര പേരാണ്? 5 പേര്. ജനങ്ങൾക്കിടയിൽ നന്മ ചെയ്തിരുന്ന നല്ല ആളുകളാണ്, പരോപകാരികളാണ്, എല്ലാ കാര്യത്തിലും ഇടപെടുന്നതായ ചെറുപ്പക്കാരാണ്. അവർ മരണപ്പെട്ടതിന് ശേഷം ആളുകൾ അവരുടെ രൂപത്തിൽ പ്രതിമയുണ്ടാക്കി. ലോകത്താദ്യമായി ബിംബങ്ങൾ നിർമ്മിക്കുന്നത് മനുഷ്യരൂപത്തിൽ നിർമ്മിച്ചത് ആരാണ്? ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമുദായമാണ്. അങ്ങനെ ആ ബിംബങ്ങളെ നിർമ്മിച്ചിട്ട് അതിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ തുടങ്ങി, അതിനെ ആരാധിക്കാൻ തുടങ്ങി. യഥാർത്ഥത്തിൽ ഇവരാരായിരുന്നു? നാട്ടിൽ പരോപകാരം ചെയ്തിരുന്ന, നന്മകൾ ചെയ്തിരുന്ന ഏതാനും ചില പാവങ്ങൾ. ആ പാവപ്പെട്ട ആളുകൾ മരണപ്പെട്ടപ്പോൾ അവരുടേതാകുന്ന ബിംബമുണ്ടാക്കി, രൂപമുണ്ടാക്കി അതിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ. ആര്? അവരുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവർ തന്നെ. ഇപ്പൊ നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നതായ സാധാരണ ആളുകൾ, അവർ അല്പം നന്മയൊക്കെ ഉള്ള ആളുകൾ, ചെറുപ്പക്കാരായ ആളുകൾ മരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ? അവരുടെ രൂപത്തിൽ പ്രതിമ ഉണ്ടാക്കിയിട്ട് ഇവരാണ് ദൈവം എന്ന് പറഞ്ഞ് അവരുടെ മുന്നിൽ സുജൂദ് ചെയ്താൽ എങ്ങനെ ഉണ്ടാകും? ഏറ്റവും വലിയ അന്ധവിശ്വാസമല്ലേ? അങ്ങനെ സുജൂദ് ചെയ്ത് നിലകൊണ്ടപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി അലൈഹിസ്സലാമിനെ അയച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ബിംബങ്ങൾ ആരാധിച്ചു പോകരുതേ. 5 ദൈവങ്ങളാണ് അവർക്കുള്ളത്. വദ്, സുവാ, യഗൂസ്, യഊഖ്, നസ്ർ. നിങ്ങൾക്കിടയിൽ ജീവിച്ച സാധാരണ ആൾക്കാരല്ലേ, അവരെ അല്ല സുജൂദ് ചെയ്യേണ്ടത്, അല്ലാഹുവിനെയാണ് സുജൂദ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് 950 വർഷം രാവും പകലും നിരന്തരമായി ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം പ്രബോധനം നടത്തി. പക്ഷെ അവർ വിശ്വസിച്ചില്ല. وقالوا لا تذرن آلهتكم ولا تذرن ودا ولا سواعا ولا يغوث ويعوق ونسرا. അവിശ്വാസികളായ ആളുകൾ അവർക്കിടയിൽ നിലകൊണ്ടതാകുന്ന ജനങ്ങളോട് തന്നെ അവർ പ്രബോധനം നടത്തിക്കൊണ്ട് പറഞ്ഞു അത്രേ, അല്ലയോ ജനങ്ങളെ, നൂഹ് എന്ന പ്രവാചകന് പറയുന്നത്, നിങ്ങൾ വിശ്വസിക്കല്ലേ, ലാ തദറുന്ന വദ്ദ വലാ സുവാഅ ولا يغوث ويعوق ونسرا. നിങ്ങൾ വദ്ദിനെയും സുവാഇനെയും യഗൂസിനെയും യഊഖിനെയും നസ്റിനെയും അടക്കമുള്ള ഈ വലിയതാകുന്ന ആരാധ്യ പുരുഷന്മാരെ നിങ്ങൾ ഉപേക്ഷിക്കല്ലേ. ഇവർ നമ്മുടെ ദൈവങ്ങളാണ്. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം രാവും പകലും പരസ്യമായും രഹസ്യമായും അവർക്ക് പ്രബോധനം നടത്തിയിട്ട് വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് അല്ലാഹുവിനെ കൊണ്ട് തൗഹീദിൽ വിശ്വസിച്ചത്. അവസാനം നൂഹ് നബി അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്, റബ്ബി ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറാ. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഇവരിൽ ഒരൊറ്റ കുടില് പോലും അവശേഷിക്കാത്ത നിലക്ക് സർവരെയും നീ നശിപ്പിക്കണേ അല്ലാ. ഇന്നക തദറുഹും യുളില്ലൂ ഇബാദക്. ഇവരിൽ ആരെങ്കിലും ഒരാളെ തന്നെ നീ ഉപേക്ഷിച്ചു കളഞ്ഞാൽ അവർ ഇനിയുള്ളതാകുന്ന സച്ചരിതരാകുന്ന അങ്കുലി പരിമിതമാകുന്ന ആളുകളെ കൂടി ഇവർ നശിപ്പിച്ചു കളയും അല്ലാ. അന്ധവിശ്വാസം കൊടുത്ത് പിഴപ്പിച്ച് കളയും അല്ലാ. വലാ യലിദൂ ഇല്ലാ ഫാജിറൻ കഫാറാ. ഇവരിൽ നിന്ന് ഒരാൾ പോലും ഇനി സാലിഹീങ്ങളെ പ്രസവിക്കില്ല റബ്ബേ. തെമ്മാടികളെയല്ലാതെ, അവിശ്വാസികളെയല്ലാതെ, മോശപ്പെട്ടതാകുന്ന ജനങ്ങളെ അല്ലാതെ ഇവരുടെ തലമുറയിൽ ഇനി ഉണ്ടാവുകയില്ല അല്ലാ. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ എലിക്കുഞ്ഞിനെ മുക്കി
മുക്കിക്കൊല്ലുന്നത് പോലെ ലോകമൊട്ടാകെയുള്ള ജലപ്രളയത്തിനാൽ അവരെ അല്ലാഹു നശിപ്പിച്ചു അത്രേ. അന്ധവിശ്വാസം നടത്തുന്ന മുസ്ലിമേ, മുസ്ലിമത്തെ, ദുനിയാവിലും അല്ലാഹു ശിക്ഷയാണ്, ആഖിറത്തിലും അദാബാണ്. മിമ്മാ ഖതീആതിഹിം ഉഗ്രിഖൂ ഫഉദ്ഖിലൂ നാറാ فلم يجدوا لهم من دون الله أنصارا. ദുനിയാവിൽ അന്ധവിശ്വാസം പുലർത്തിയതാകുന്ന ആളുകളല്ലേ, അവർക്കിടയിൽ ജീവിച്ചതാകുന്ന ജനങ്ങൾ മരണപ്പെട്ടു പോയപ്പോ ആ 5 പേരുടെ പ്രതിമകൾ നിർമ്മിച്ച് അതിന്റെ മുന്നിൽ സാഷ്ടാംഗം ചെയ്തവരല്ലേ, ഏകനാകുന്ന പടച്ചറപ്പിനെതിരെ പൊരുതി ജീവിച്ചവരല്ലേ, അഹങ്കരിച്ചതായ ആളുകളല്ലേ. അവർക്കതിന്റെ കാരണത്താൽ അവരെ അല്ലാഹു വെള്ളത്തിൽ മുക്കിക്കൊല്ലുകയാണ്. ആഖിറത്തിൽ നരകമാണ്, നരകമാണ്. വലം യജിദൂ ലഹും മിൻ ദൂനില്ലാഹി അൻസാറാ. അവർക്ക് ഒരു നിലയ്ക്കുള്ള സായികൾ ദുനിയാവിലുമില്ല, ആഖിറത്തിലില്ല. അവരെ സഹായിക്കാൻ അല്ലാഹുവല്ലാതെ ഒരാൾക്കും കഴിയുകയുമില്ല. കാസർഗോഡുള്ള പ്രിയപ്പെട്ട ഉമ്മമാരെ, ചെറുപ്പക്കാരെ, മുസ്ലിം സഹോദര സഹോദരിമാരെ, നമ്മൾ മുസ്ലിമാണ്, മുസ്ലിമാണ്. അല്ലാഹു നൽകിയിരിക്കുന്ന ഈമാൻ അന്ധവിശ്വാസത്തിന്റെ അഹലുകാരുടെ കരങ്ങളിൽ നിക്ഷേപിച്ചിട്ട് നിന്റെ ഈമാനിനെ കളങ്കപ്പെടുത്തി കളയല്ലേ. മോശപ്പെട്ട ജീവിതം നയിക്കേണ്ടവനല്ല. ഖുർആൻ ഓതണേ. ഖുർആനുമായി ബന്ധപ്പെട്ട സ്ഥാപനം നമ്മുടെ മഹല്ലത്തിലുണ്ട്. ആ മഹല്ലത്തിലേതാകുന്ന പവിത്രമായ സ്ഥാപനത്തോട് സ്നേഹബന്ധം വെച്ച് പുലർത്തുന്നവരാകണേ. ഖുർആൻ ഓതുമ്പോ അവിശ്വാസികളാകുന്ന ആളുകൾക്ക് നൽകപ്പെടുന്ന അവിശ്വാസ്യത, അന്ധവിശ്വാസങ്ങൾ, അരാജകത്വങ്ങൾ, ഏറ്റവും മോശപ്പെട്ട നികൃഷ്ടമാകുന്ന ചിന്താധാരകൾ എല്ലാം ഒഴിവാകുകയാണ്, ഒഴിവാകുകയാണ്. ഈ ദുനിയാവിൽ നിനക്കുള്ള മുസീബത്തുകൾ, നിനക്കുള്ള പ്രതിസന്ധികൾ, നിനക്കുള്ള പ്രയാസങ്ങൾ നീങ്ങാൻ യുദ്ഫഉൻ മുസ്തമിൽ ഖുർആനി ബൽവദ്ദുനിയാ. ഖുർആൻ കേൾക്കുന്നവനാകണേ, ഖുർആൻ കേൾക്കുന്നവനാകണേ. ഹഫീളീങ്ങളാകുന്ന മക്കളിൽ നിന്ന് പരിശുദ്ധമായ ഖുർആൻ കേൾക്കുന്നവനാകണേ. മദ്രസയിൽ പോകുന്ന മക്കളിൽ നിന്ന് ഖുർആൻ കേൾക്കുന്ന മുസ്ലിമായി നീ മാറണേ. ദുന്യവിയായ ബലാ മുസീബത്തുകളെ തടുക്കാൻ കാരണമാണ്, ഹേതുവാണ്. വഅൻതാലിൽ ഖുർആനി ബൽവൽ ആഖിറ. പരിശുദ്ധമായ ഖുർആൻ നമുക്ക് കാറ്റലോഗായി, വഴികാട്ടിയായി അല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന നൽകിയ പവിത്രമായ ഗ്രന്ഥമല്ലയോ ഖുർആൻ. വള്ളിമുള്ളി വ്യത്യാസമില്ലാതെ അല്ലാഹുവിന്റെ റസൂലിന്റെ കരങ്ങളിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അല്ലാഹു ഏൽപ്പിച്ചതായ നമ്മുടെ കാറ്റലോഗാകുന്ന ഖുർആൻ അത് പാരായണം ചെയ്യുന്നവരാകണേ. വഅൻതാലിൽ ഖുർആനി ബൽവൽ ആഖിറ. ആഖിറത്തിലെ ബലാ മുസീബത്തുകളെ തൊട്ട് തടുക്കാൻ ഖുർആൻ പാരായണത്തിലൂടെ സാധ്യമാകുമെന്നും നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ നിന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ ഖുർആനുമായിട്ടുള്ള ബന്ധം വെക്കുക. അൽഹംദുലില്ലാഹ്, മുട്ടുന്തല ജമാഅത്ത് അതിനു വേണ്ടിയിട്ടാണ് ഹിഫ്ളുൽ ഖുർആൻ കഴിഞ്ഞ ജൂലൈ മാസം തുടങ്ങിയത്. അല്ലാഹു ബറക്കത്ത് ചൊരിയട്ടെ. ആരാണ് അതിനുവേണ്ടി ആ കെട്ടിടം നിർമ്മിച്ചത്? പേര് പറയേണ്ട ആവശ്യമില്ല. രഹസ്യമായി ദുആ ചെയ്യാനുള്ള വസിയത്താണ്. അല്ലാഹു അവർക്ക് ബറക്കത്ത് ചൊരിയുമാറാവട്ടെ. പേരറിയപ്പെടലല്ല കാര്യം, ആഖിറത്തിൽ ആ പേര് വിളിച്ച് ഉന്നതമായ സ്ഥാനം കൊടുക്കുന്ന വിഭാഗത്തിൽ അല്ലാഹു അദ്ദേഹത്തെയും അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. 15 മക്കളെ അൽഹംദുലില്ലാഹ് ഈ സദസ്സിൽ വരുന്നതിന് മുമ്പ് പരിചയപ്പെട്ടു, അവരുമായി സംവദിച്ചു. നല്ല ഒരു ബിൽഡിംഗിൽ എയർ കണ്ടീഷൻ റൂമിൽ മനോഹരമായ
സംവിധാനത്തിൽ നല്ല വൃത്തിയും വെടുപ്പോടുകൂടി മഹല്ലിന് അഭിമാനിക്കാകുന്ന നിലയ്ക്ക് ഖുർആനിന്റെ ഒരു പ്രസ്ഥാനം വളർന്നു വരാൻ അതിൽ ഞാൻ അഭിമാനിക്കുന്നു. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. അതിന് വേണ്ടുന്ന എന്ത് പിന്തുണയും ഇൻഷാ അല്ലാഹ് എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് പ്രത്യേകമായി അറിയിക്കുകയും ചെയ്യുകയാണ്. സമുന്നതരാകുന്ന ആലിമീങ്ങളുടെ ഒരു നേതൃത്വം, മുഅല്ലിമീങ്ങളുടെ ഒരു സാന്നിധ്യം, അവരുടെയൊക്കെ ഒരു ശിക്ഷണത്തിൽ നല്ല രീതിയിൽ നമ്മുടെ മദ്രസ പ്രസ്ഥാനവും നടന്നു പോവാൻ അള്ളാഹു എല്ലാ നിലക്കും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ഇതൊക്കെ നേടിയെടുക്കുന്നത്, ഇതിലൂടെയൊക്കെ ഉണ്ടാകുന്ന നേട്ടം നമ്മുടെ മക്കളിൽ തൗഹീദ് അടിയുറക്കിയാൻ, അന്ധവിശ്വാസങ്ങൾ ഇല്ലാതാവാൻ, അള്ളാഹുവിൽ അചഞ്ചലമായി വിശ്വാസം ഉറപ്പിക്കാൻ. ഇന്ന് നമ്മുടെ മക്കളൊക്കെ നിരീശ്വരവാദികളായി, യുക്തിവാദികളായി, ബിദ്അത്തിന്റെ വക്താക്കളായി സോഷ്യൽ മീഡിയയിൽ ഉറഞ്ഞു തുള്ളുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് നമ്മൾ വസിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മക്കളെ ദീൻ പഠിപ്പിക്കണം, സുന്നത്ത് ജമാഅത്ത് എന്താണെന്ന് പഠിപ്പിക്കണം.